അതെന്ന് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അല്ലച്ചേഴ്സിന് നമ്മളോട് പ്രാക്ടീസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിനെ അഡ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, Robin, good evening. Good evening. Acha, Robin, സമയത്താണല്ലോ. Yeah, acha. Audible, കുഴപ്പമില്ല. Okay, thank you. ഉണ്ടായിരുന്നു രാവിലെ പരിപാടി വല്ലതും ഉണ്ടായിരുന്നോ? അച്ഛാ, ഇന്ന് പിന്നെ രാവിലെ ഇല്ലായിരുന്നു. വേറൊരു എന്റെ ഒരു പേഴ്സണൽ മാറ്ററുമായിട്ട് നിൽക്കുമായിരുന്നു. അതുകൊണ്ട് എല്ലാവരും സുഖമായിരിക്കുന്നു. മക്കളൊക്കെ എന്ത് ചെയ്യും? ബൈ ഗോഡ്സ് ഗ്രേസ് പോകുന്നു, നന്നായിട്ട് പോകുന്നു അച്ഛാ. സാബുച്ചൻ ജോയിൻ ചെയ്തോ? ഇല്ലല്ലേ, സാബുച്ചന് ഒരു മീറ്റിംഗിലാണ്, അപ്പം ജോയിൻ ചെയ്യും. ഓക്കെ അച്ഛനാ യുവനസിക്കത്തിന്റെ ചാർജ് അല്ലേ അച്ഛാ? അതെ. റോബിന് നാട്ടില് ഓതറയല്ലേ? ഓതറ സ്വദേശം അച്ഛാ? ഓതറ. വൈഫിന്റെ എലന്തൂരാണ്. ഇല്ലന്തൂര്. ഓതറ ഏത് പള്ളിയാ? ഓതറ എബനേസറാണ്. അല്ല അച്ഛാ, അവിടെ തൈമറോങ്കര ശാലയം എന്ന് പറയും. തൈമറോങ്കര ശാലയം. നമ്മുടെ ജിജു അച്ഛനൊക്കെ എന്താ പറയുന്നു? സന്തോഷമായിട്ട് പോകുന്നു അച്ഛാ. പിന്നെ നിങ്ങളുടെ ഗുജറാത്തിൽ നിന്നുള്ള മൂന്നാമത്തെ ആളാ. എനിക്കറിയാം. എന്നോട് പറഞ്ഞായിരുന്നു അച്ഛൻ. അയ്യോ, ഞങ്ങളുടെ ഇവിടുത്തെ ഏക അത്താണിയാ. ഞങ്ങൾ രണ്ടുകൂടെ നിക്കണം, അപ്പോഴേ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യും. ഞങ്ങളെച്ചാ കാക്കനാട് പള്ളിയുടെ ഒരു 4 വീക്ക് കണ്ടിന്യൂസ് ഒരു ഇത് നടന്നുകൊണ്ടിരിക്കുക ടീനേജേഴ്സിന് വേണ്ടി. 4 വീക്ക് അത് 4 വീക്സ് ഗ്രോവിംഗ് ഡീപ്പർ ഗ്രോവിംഗ് സ്ട്രോങ്ങർ എന്ന് പറഞ്ഞൊരു തീം ബേസ്ഡ്. അപ്പൊ ഞാൻ അച്ഛനോട് ഒരുമിച്ച് അത് എടുക്കുന്നു. കുഴപ്പമില്ല അച്ഛൻ, സന്തോഷം. അച്ഛാ, ഇതിനകത്ത് എല്ലാവരും ഉണ്ട് അല്ലേ? എല്ലാവർക്കും ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. അതെ. നമ്മുടെ ജോൺ ഗീവറീസ് അച്ഛനും പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, അച്ഛനുണ്ടോ? യൂത്ത് ചാപ്പൽ അച്ഛൻ. എനിക്കറിയാം. പിന്നെ പുള്ളിക്കാണ് ഓപ്പണിംഗ് പ്രയർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. എനിക്ക് തോന്നുന്നു മറ്റേ ശാന്തിഗിരി ഇന്ന് കഴിഞ്ഞ അല്ലേ? അത് പിന്നെ കണ്ടിട്ടില്ല. ഇല്ല. അവിടെ എങ്ങനെയുണ്ട് അച്ഛാ കോവിഡ് പ്രയാസം? ഇവിടെ ആവശ്യത്തിനുണ്ട്. പള്ളിയിലൊക്കെ പ്രയാസം ഉണ്ടോ അച്ഛാ? പള്ളിയിലെ ഇടവകയിലെ ഒരു മെമ്പറുടെ കുറഞ്ഞു. ഇന്ന് എനിക്ക് ഒരു ചെറിയ തിരുമുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ രാവിലെ പ്രോഗ്രാം ഒന്നും എടുത്തില്ലായിരുന്നു. ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമായിരുന്നു ഇന്ന്. ബാക്ക് പെയിന്റെ. അർപ്പിത ഇപ്പൊ ഏത് ക്ലാസ്സിലായി? അർപ്പി അച്ഛാ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആയി. സോറി, 7th സ്റ്റാൻഡേർഡ്. അർപ്പിത 7th സ്റ്റാൻഡേർഡ് അല്ലേ? അർപ്പിതയുടെ ബ്ലോഗൊക്കെ ഞാൻ കേട്ടോ, അടിപൊളിയായിരിക്കുന്നു. ഗാന്ധി ജയന്തിയെ കുറിച്ചും. അവളൊരു ലോക്ക്ഡൌണിന്റെ സമയത്ത് തുടങ്ങിയ ഒരു എക്സ്പീരിയൻസ് ആണ്. അതെ. ഗുഡ്. അവള് തന്നെ എവിടെയെങ്കിലും പോയി തപ്പിയെടുക്കും, ഗൂഗിളോ അല്ലെങ്കിൽ പുസ്തകമോ. അതെ. സോ അർപ്പിത, കീപ് ഗോയിങ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. How is Aradhika and Akumol? All keeping good? Yeah, this Anu is here. ഇതാണ് ആരാധിക അല്ലേ? അനുഗ്രഹ. Okay. Now ഇതാണ് ഞങ്ങളുടെ the third queen is here. Hi. How are you? അവളുടെ വായിൽ ഇങ്ങനെ ഒരു ചെറിയ ഞൊണല് പോലെ വന്നിട്ട് അതിങ്ങനെ ഇങ്ങനെ മിണ്ടാതെ. ഓക്കെ. ശൈല വാഷ്റൂമില്ല അച്ഛാ, ഇപ്പം വരും. കുഴപ്പമില്ല. നമ്മുടെ അച്ഛൻ എത്തിയോ നോക്കട്ടെ ഒരു മിനിറ്റ്. നമ്മുടെ ജോൺ ഗീവറീസ് അച്ഛൻ. ആഷിക, അച്ഛാ എനിക്ക് ഷെയർ സ്ക്രീൻ ഒരു ഓപ്ഷൻ ഒന്ന് തന്നേക്കാൻ പറയണേ. അത് നമ്മുടെ സെക്രട്ടറിയോട് പറയാം. നമ്മുടെ റോബിൻ സാർ പറഞ്ഞു കേട്ടായിരുന്നു? കേട്ടു. നമ്മുടെ അച്ഛൻ ജോയിൻ ചെയ്തോ? നമ്മുടെ ജോൺ ഗീവറീസ് അച്ഛൻ ഇല്ലെന്ന് തോന്നുന്നു അല്ലേ?
ഞാൻ അച്ഛനെ ഒന്ന് വിളിച്ചോട്ടെ. ഇല്ല, അച്ഛൻ വന്നില്ല. സാബു അച്ഛാ, സാബു അച്ഛാ കേക്കാമോ? കേക്കാം, പറഞ്ഞു. അച്ഛൻ നമ്മുടെ ജോൺ ഗീവറീസ് അച്ഛൻ ജോയിൻ ചെയ്തിട്ടില്ല. അപ്പം അച്ഛൻ പ്രാർത്ഥിച്ചങ്ങ് തുടങ്ങാം. സമയമായോ? സമയം 7 കഴിഞ്ഞല്ലോ. 7 നമ്മൾ 7 എന്നാണല്ലോ പറഞ്ഞത്. പുള്ളി കേറിയിട്ടില്ല. പുള്ളിക്ക് നമുക്ക് വേണേ ലാസ്റ്റ് വല്ലതും കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛൻ പ്രാർത്ഥിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനും വാക്ക് മാറാത്തവനുമായ ഞങ്ങളുടെ കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനേക സംഘർഷങ്ങളുടെയും അനിശ്ചിതത്വങ്ങളുടെയും മധ്യ ജീവിക്കുന്ന ഞങ്ങൾക്ക് ദൈവസേനയിൽ ഒത്തുചേർന്ന് സ്തുതിപ്പാനും പാടുവാനും പ്രാർത്ഥിപ്പാനും ഇടയാകുന്ന അവസരത്തിനായ ദൈവത്തിന് സ്തുതി. കർത്താവേ, ഇന്ന് പകരം മുഴുവൻ ഞങ്ങളെ കാത്ത് പരിപാലിച്ചോർത്ത് സ്തോത്രം ചെയ്യുന്നു. രാത്രി ഞങ്ങൾ വിശ്രമിപ്പാനായിട്ട് ഒരുങ്ങുന്നതിന് മുമ്പ് ദൈവവചനത്തിന്റെ സന്ദേശം കേൾക്കുവാനായിട്ട് ഞങ്ങൾ കൂടി വന്നിരിക്കുന്നു. കർത്താവേ, പ്രത്യേകമായി ഞങ്ങളുടെ യുവൻ സംഘത്തെയും യൂത്ത് ഗ്രൂപ്പുകളെയും ഒക്കെ അവർ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യൗവനക്കാരെ അവർ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിനായി, അവരിലൂടെ ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്കായി, അവർ നൽകുന്ന വലിയ പ്രതീക്ഷകൾക്കായി ഒക്കെ ദൈവത്തിന് സ്തുതി. അതായത് ഞങ്ങളുടെ യുവനസഖ്യ അംഗങ്ങൾക്ക് ദൈവവചനം കേൾക്കുവാനും പഠിക്കുവാനും പ്രാർത്ഥിക്കുവാനും കൊടുത്തിട്ട് താല്പര്യങ്ങൾക്ക് സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ രാജ്യം വളരെ അസ്വസ്ഥമായി പോകുന്ന കാലഘട്ടത്തിലാണ്. കർത്താവെ, പുതിയ ദർശനവും വ്യക്തതയും ഞങ്ങൾക്ക് തരണമേ. അനിശ്ചിതത്വങ്ങളുടെയും സങ്കടങ്ങളുടെയും ഒക്കെ മധ്യത്തിൽ മാറ്റമില്ലാത്തവനായി ദൈവം ഉണ്ടാകുന്ന ഉറപ്പ് ഞങ്ങൾ തരണം പ്രാർത്ഥിക്കുന്ന കർത്താവെ. അനേക തകർച്ചകളുടെയും വിഷമങ്ങളുടെയും മധ്യത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. പ്രത്യേകമായി ഈ വർഷത്തെ യൂത്ത് ആഘോഷങ്ങളൊക്കെ പലവിധ സംഘർഷങ്ങളുടെ കടന്നു പോകുന്ന ആളുകളാണ്. എന്നാൽ ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ക്രമീകരിപ്പാടിയാക്കി സ്തുതിക്കുന്നു. യൂത്ത് കൺവെൻഷൻ ഞങ്ങൾ നടത്തുകയാണല്ലോ. അനേകരോട് ദൈവവചനം പറയുവാൻ, അനേകരായിട്ട് കോൺടാക്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ, യേശുകർത്താവിനോട് സാക്ഷ്യപാനൊക്കെ ഇടയാക്കിയിരിക്കണമേ. ഇതിനോട് അധ്വാനിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയൊക്കെ വാഴ്ത്തണമേ. ദൈവം കൂടെ ഉണ്ട്, ബലപ്പെടുത്തിക്കൊള്ളുമെന്നുള്ള ഉറപ്പ് അവർ കൊടുക്കണമേ. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന് പങ്കെടുക്കുന്ന എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നു. ദൈവവചനം കേൾക്കുവാൻ, മാനസാന്തരപ്പെടുവാൻ, സമർപ്പിക്കുവാൻ, രൂപാന്തരപ്പെടുവാൻ, ഞങ്ങളെ തന്നെ ബലപ്പെടുവാൻ, ഉണർവുള്ളവരായി ദർശനമുള്ളവരായി ജീവിപ്പാൻ സഹായിക്കണമേ. എല്ലാത്തിനും അധികമായ ദൈവമാണ് എന്നുള്ള ഉറപ്പ് ഞങ്ങൾ തരണമേ. കർത്താവേ, ഈ വരുന്ന 3 ആഴ്ചകളിൽ ഞങ്ങൾ മീറ്റിങ്ങുകളൊക്കെ വാഴ്ത്തണമേ. ഇന്ന് ആരംഭിക്കുന്ന യോഗ ഞങ്ങൾക്ക് അനുഗ്രഹമായി തരണമേ. നമ്മുടെ ദൈവജനം പറയുന്ന പ്രിയദാസനോട് കൂടിയിരിക്കണമേ. സത്യത്തിൽ ദൈവത്തെ ആരാധിപ്പാൻ, ദൈവകൃപയിൽ ആശ്രയിപ്പാൻ, യേശു കർത്താവിനെ ഉയർത്തിക്കാണിപ്പാൻ രാത്രി ഇടയായി തീരണമേ. നിന്റെ വചനം ഞങ്ങളെ ബലപ്പെടുത്തുന്ന സ്തോത്രം, മാറ്റമില്ലാത്ത വചനമായ സ്തോത്രം, അവിടുന്ന് വചനമായ സ്തോത്രം. യേശു എന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വ്യാപരിക്കുവാൻ, യേശു ഞങ്ങൾ രൂപാന്തരപ്പെടുത്തുവാൻ, സമർപ്പിതരായ തിരികെ പോകാൻ സഹായിക്കണമേ.
എല്ലാം നമ്മളെ നിറയ്ക്കണമേ, എല്ലാവരെയും വാഴ്ത്തണമേ, എല്ലാം ദൈവനാമത്തിനും ഹാജരായി സഹായിക്കണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുനാഥൻ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. അപ്പോൾ നമ്മുടെ സിംഗിങ് സെഷൻ ആരംഭിക്കുകയാണ്. അതിന് നമ്മുടെ യുവജന സഖ്യ അംഗങ്ങൾ അതിന് നേതൃത്വം നൽകുന്നതായിരിക്കും. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, അതു ചിന്തയിലടങ്ങ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, ദൈവമേ നിൻ മഹാസ്നേഹമതിൻ വിധമാർക്കു ചിന്തിച്ചറിയാം. എനിക്കാവതില്ലേ അതിനാഴമളന്നിട എത്ര ബഹുലമത്. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, ആയിരമായിരം നാവുകളാലതു വർണ്ണിപ്പതിന്നെഴുതൂ. 10,000 ചൊല്ലിടുവാൻ പാരില സാധ്യമഹൂ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, മോദമെഴും തിരുമാറിലുല്ലാസമായി സന്തതം ചേർന്നിരുന്ന ഏകജാതനമേശുവേ പാതകർക്കായി തന്ന സ്നേഹമതിശയമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, പാപത്താൽ നിന്നെ ഞാൻ കോപിപ്പിച്ചുള്ളൊരു കാലത്തിലും ദയവായി സ്നേഹവാബിയെ നീ എന്നെ സ്നേഹിച്ചതോർത്തെന്ന് ആശ്ചര്യമേറിടുന്നു. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടുമൊട്ടും നിഷേധിക്കാതെ എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമതുല്യമഹോ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. Lord, I lift your name on high. Lord, I love to sing your praises. I'm so glad you're in my life. I'm so glad you came to save us. You came from heaven to earth to show the way, from the earth to the cross, my debt to pay, from the cross to the grave, from the grave to the sky. Lord, I lift your name on high. Lord, I lift your name on high. Lord, I love to sing your praises. I'm so glad you're in my life. I'm so glad you came to save us. You came from heaven to earth to show the way, my from the earth
to the cross, my death to pay, from the earth to the sky high. Name on high. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകരു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തനെ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തനെ തിരുഹിതം പോൽ. നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാ. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തനെ തിരുഹിതം പോൽ. സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോൾ, സോദരങ്ങളോ അകന്നങ്ങു മാറിടുമ്പോൾ, സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോൾ, സോദരങ്ങളോ അകന്നങ്ങു മാറിടുമ്പോൾ. സ്നേഹത്താൽ വീണ്ടെടുക്കും യേശുനാഥൻ, സകലത്തിലും ജയം നൽകുമല്ലോ. സ്നേഹത്താൽ വീണ്ടെടുക്കും യേശുനാഥൻ, സകലത്തിലും ജയം നൽകുമല്ലോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തനെ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തനെ തിരുഹിതം പോൽ. എൻ പ്രിയാ നിൻ പൊൻകരം എന്നെ താങ്ങി നടത്തിയിടുന്നതാൽ എൻ ജീവിത ഭാരങ്ങളാ കീഴണമോ ഈ ഭൂവിൽ. എൻ ജീവിത ഭാരങ്ങളാൽ കീഴണമോ ഈ ഭൂവിൽ. എൻ വേദന മാറിയിടുമേ, എൻ രോഗങ്ങൾ നീങ്ങിടുമേ. അങ്ങേ മാർവിൽ ചാരിടുമ്പോൾ ഞാൻ എന്തു ഭാഗ്യവാനാ. അങ്ങേ മാർവിൽ ചാരിടുമ്പോൾ ഞാൻ എന്തു ഭാഗ്യവാനാ. എൻ പ്രിയാ നിൻ പൊൻകരം എന്നെ താങ്ങി നടത്തിയിടുന്നതാ എൻ ജീവിത ഭാരങ്ങളാൽ കീഴണമോ ഈ
ഭൂവിൽ ജീവിത സാഗരേ ഭാരങ്ങളാൽ എൻ തോണി വലഞ്ഞിടുമ്പോൾ അമരക്കാരനായി നിൻ സാന്നിധ്യം എന്നെന്നും മതി എനിക്ക്. അമരക്കാരനായി നിൻ സാന്നിധ്യം എന്നെന്നും മതി എനിക്ക്. എൻ പ്രിയാ നിൻ പൊൻകരം എന്നെ താങ്ങി നടത്തിയിടുന്നതാ എൻ ജീവിത ഭാരങ്ങളാൽ കീഴണമോ ഈ ഭൂവിൽ. ഉറ്റവർ കൈവിടും സ്നേഹിതർ മാറിടും പെറ്റമ്മയും തള്ളിടുമേ മാറ്റമില്ല വിശ്വസ്തനേ നിന്റേതല്ലോ എന്നും ഞാൻ. മാറ്റമില്ല വിശ്വസ്തനേ നിന്റേതല്ലോ എന്നും ഞാൻ. എൻ പ്രിയാ നിൻ പൊൻകരം എന്നെ താങ്ങി നടത്തിയിടുന്നതാ എൻ ജീവിത ഭാരങ്ങളാൽ കീഴണമോ ഈ ഭൂവിൽ. എൻ ജീവിത ഭാരങ്ങളാൽ കീഴണമോ ഈ ഭൂവിൽ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാലവനെ നാം ഘോഷിക്കാം. അവനത്രേ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. താഴ്ചയിൽ എനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. തുടച്ചെന്റെ കണ്ണുനീർ പൊൻകരത്താൽ, തുടിക്കുന്നൻ മനം സ്വർഗ സന്തോഷത്താൽ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. കര കാണാതാഴിയിൽ വലയുപോലെ, കരുണയെ കാംക്ഷിക്കും മൃതപ്രായരെ. വരികവൻ ചരത്തു ബന്ധിതരെ, തരുമവൻ കൃപ മനഃശാന്തിയതും. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. നമുക്കു മുൻചൊന്നതാം വിശുദ്ധന്മാരാ അലങ്കൃതമായ തിരുവചനം, അനുദിനം തരുമവൻ പുതുശക്തിയാൽ. അനുഭവിക്കും അതിസന്തോഷത്താൽ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. ഇനി നമ്മൾ ബൈബിൾ റീഡിങ്ങിലേക്ക് കടക്കുകയാണ്. ബൈബിൾ റീഡിംഗ് മിസ് ശ്രേയ സമൻ. John chapter 1 verses 1 to 28. In the beginning was the Word, and the Word was with God, and the Word was God.
He was with God in the beginning. Through him all things were made. Without him nothing was made that has been made. In him was life, and that life was the light of all mankind. The light shines in the darkness, and the darkness has not overcome it. There was a man sent from God, whose name was John. He came as a witness to testify concerning that light, so that through him all might believe. He himself was not the light, he came only as a witness to the light. The true light that gives light to everyone was coming into the world. He was in the world, and though the world was made through him, the world did not recognize him. He came to that which was his own, but his own did not receive him. Yet to all who did receive him, to those who believed in his name, he gave the right to become children of God. Children born not of natural descent, nor of human decision or a husband's will, but born of God. The Word became flesh and made his dwelling among us. We have seen his glory, the glory of the one and only Son, who came from the Father, full of grace and truth. John testified concerning him. He cried out, saying, "This is the one I spoke about when I said, 'He who comes after me has surpassed me, because he was before me.' Out of his fullness, we have all received grace in place of grace already given. For the law was given through Moses. Grace and truth came through Jesus Christ. No one has ever seen God, but the one and only Son, who is himself God and is in closest relationship with the Father, has made him known." Now this was John's testimony when the Jewish leaders in Jerusalem sent priests and Levites to ask him who he was. He did not fail to confess, but confessed freely, "I am not the Messiah." They asked him, "Then who are you? Are you Elijah?" He said, "I am not." "Are you the prophet?" He answered, "No." Finally they said, "Who are you? Give us an answer to take back to those who sent us. What do you say about yourself?" John replied in the words of Isaiah the prophet, "I am the voice of one calling in the wilderness, 'Make straight the way for the Lord.'" Now the Pharisees who had been sent questioned him, "Why then do you baptize if you are not the Messiah, nor Elijah, nor the prophet?" "I baptize with water," John replied, "but among you stands one you do not know. He is the one who comes after me, the straps of whose sandals I am not worthy to untie." This all happened at Bethany on the other side of the Jordan, where John was baptizing. ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് മിസ്റ്റർ അലൻ ലൂക്കോസ് ക്രോശി നേതൃത്വം നൽകുന്നതായിരിക്കും. കേൾക്കാവോ? Yes, Alan. Okay. Thank you, Lord Jesus. Thank you for this time that you've given us, Father, to come together as the youth convention, Father. Alan, കേൾക്കത്തില്ലല്ലോ. We can't hear you. Alan, you are on mute. Yeah. Lord, Lord, thank you again, Father. Thank you again for coming to helping us to come to as a convention, Father. Lord, today the word is coming in. Bless the person who's coming in with the word, Father. Strengthen him, Father. Let your word be touching to everyone, Father, who is in this meeting, Father. All who have gathered here is not by coincidence, but you wanted every one of you who gathered here to hear the word of God and get influenced by it, Father. Everything that happens in our life is not just a coincidence, but it is as per the plan that you have put forth, Father. It is your mighty plan that we are here today as youth convention, as youth group, Father. I pray for the youth in this church, Father. I pray for this year's youth convention and the youth week and the youth Sunday. Let it be a blessing to everyone in the church, Father. Let it be a blessing to everyone in the society, Father. Lord, let us not join here as a
mere group who are doing certain rituals, or like who are here to just in the namesake of youth, Father. But let us be a group who worships your name truly, Father. Let us be a group who understands your heart, Father. Like David, help us to understand your heart and walk in your ways, Father. If when we are blessed, Father, help us to be humble as Moses, Father. Lord, we are youth, Father. Let people not look down upon us because we are young. But as the word says, let us be an example for everything that we do, Father. For every action, for every move that we make, help us to be an example, Father. No matter which situation we are in, no matter where we are in, no matter whom we are dealing with, help us to be an example, Father. Let people look at us and say that he or she is a son and daughter of God, Father. Bless youth meeting, that the youth convention today, Father, the convention that is happening right now, Father. Help your child to speak from the word of God in the utmost authority, Father. Lord, help everyone listening, listen to your word and understand your word in the real sense that is meant to be understood, Father. Talk to each and every one of us. Be with us. In Jesus' name we pray. അടുത്തായിട്ട് വെൽക്കം ബൈ ദ സെക്രട്ടറി മിസ് ആഷിക തങ്കം ബെൻസൺ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പാലാരിവട്ടം ഷാരോൺ മാർത്തോമ ഇടവകയുടെ നേതൃത്വത്തിൽ ഈ വർഷം യൂത്ത് കൺവെൻഷനായി നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ ഇടയാക്കിയ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചുമതല ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സ്വാഗതം പറയുക എന്നതാണ്. ആദ്യമായി ഇങ്ങനെ ഒരു കൺവെൻഷൻ നടത്തുവാൻ തക്കവണ്ണം എല്ലാ അനുഗ്രഹങ്ങളും നൽകി തന്ന വലിയവനായ ദൈവത്തിന് സ്തുതിയും സ്തോത്രങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ആദ്യമായി യുവജന സഖ്യം പ്രസിഡന്റായി ചുമതല നിർവഹിക്കുന്ന നമ്മുടെ ഇടവക അസിസ്റ്റന്റ് വികാരി റവറൻഡ് സ്കറിയ ജോൺ അച്ഛനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 3 വർഷമായി സേവനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛൻ യുവജനങ്ങളുടെ ഇടയിൽ അച്ഛന്റെ പ്രവർത്തനം വളരെ ഭംഗിയായി മുമ്പോട്ട് പോകുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയും നേതൃത്വവും അച്ഛനിൽ നിന്നും ലഭിക്കുന്നു. വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി റവറൻഡ് സ്കറിയ ജോൺ അച്ഛനെ ഇന്നത്തെ ഈ യൂത്ത് കൺവെൻഷനിലേക്ക് എന്റെ വ്യക്തിപരമായ പേരിലും ഷാരോൺ മാർത്തോമ യുവജന സഖ്യത്തിന്റെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഇടവക വികാരി റവറൻഡ് ഡോക്ടർ സാബു ഫിലിപ്പ് അച്ഛനെയാണ് ഞാൻ സ്വാഗതം ചെയ്യുന്നത്. അച്ഛനിൽ നിന്നും യുവജന സഖ്യത്തിന് ഈ നാളുകളിൽ ലഭിച്ചിരിക്കുന്ന പ്രവർത്തനങ്ങൾക്കും എല്ലാ സപ്പോർട്ടുകൾക്കും ഈ സമയത്ത് നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. റവറൻഡ് ഡോക്ടർ സാബു ഫിലിപ്പ് അച്ഛനെ വളരെ സന്തോഷത്തോടു കൂടി ഈ കൺവെൻഷനിലേക്ക് ഞാൻ വ്യക്തിപരമായ പേരിലും യുവജന സഖ്യത്തിന്റെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി എറണാകുളം യൂത്ത് ചാപ്ലിനായി സേവനം ഈ നാളുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന റവറൻഡ് ജോൺ ഗീവർഗീസ് അച്ഛനെയാണ് സ്വാഗതം ചെയ്യുന്നത്. അച്ഛനിൽ നിന്നും ലഭിക്കുന്ന എല്ലാ സപ്പോർട്ടിനും പ്രാർത്ഥനകൾക്കുമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. 2019 ഓഗസ്റ്റ് 15 മുതൽ എറണാകുളം സെൻട്രൽ യുവജന സഖ്യത്തിന്റെ ചുമതല അച്ഛൻ നിർവഹിക്കുന്നു. സെൻട്രലിന്റെ ചുമതലയിൽ നടക്കുന്ന എല്ലാ പരിപാടികൾക്കും അച്ഛന്റെ സജീവ സാന്നിധ്യവും പിന്തുണയും ഞങ്ങൾക്ക് ലഭിക്കുന്നു. അച്ഛനെയും വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി എന്റെ വ്യക്തിപരമായ പേരിലും ഷാരോൺ യുവജന സഖ്യത്തിന്റെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇന്ന് നമ്മുടെ ഈ കൺവെൻഷന്റെ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന തിരുവനന്തപുരം യൂത്ത് ചാപ്ലിനായി അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മിസ്റ്റർ റോബിൻ തോമസ് ആണ്. ഈ വർഷത്തെ യൂത്ത് കൺവെൻഷനിൽ മിസ്റ്റർ റോബിൻ തോമസിനെ ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന്റെ വചന ശുശ്രൂഷ നമുക്ക് എല്ലാവർക്കും അനുഗ്രഹപ്പെട്ടതായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദീർഘനാളത്തെ യുവജനങ്ങളുടെ ഇടയിലും കുഞ്ഞുങ്ങളുടെ ഇടയിലും പ്രവർത്തിച്ച് പരിചയമുണ്ട്. ഇദ്ദേഹം അനേകം ക്യാമ്പുകൾക്കും കോൺഫറൻസുകൾക്കും നേതൃത്വം നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും മിസ്റ്റർ റോബിൻ തോമസിനെ ഈ യൂത്ത് കൺവെൻഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം പറയുവാനുള്ളത് എന്റെ സഹപ്രവർത്തകരായ ഷാരോൺ യുവജനങ്ങളോടാണ്. യുവജന സഖ്യത്തിന്റെ ചുമതല നിർവഹിക്കുന്ന എല്ലാവരെയും ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു. യുവജന സഖ്യത്തിന്റെ യോജിപ്പും
പ്രാർത്ഥനയും എല്ലാം നമ്മുടെ യുവജന സഖ്യത്തിന്റെ ഭംഗിയായ നടത്തിപ്പിനും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്കും കാരണമാകുന്നു. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇതിൽ പങ്കെടുക്കുന്ന അച്ഛന്മാർ, സമീപ ഇടവകയിൽ നിന്നും പങ്കെടുക്കുന്ന യുവജനങ്ങൾ, ഇടവക അംഗങ്ങൾ, സീനിയർ യൂത്ത്, യങ് വുമൻ ഫെലോഷിപ്പ്, കേരളത്തിന് പുറത്തും അകത്തുമായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇതിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവരെയും ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഈ യൂത്ത് കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ കൺവെൻഷനിലേക്ക് സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏറ്റവും സ്നേഹമുള്ള സാബു ഫിലിപ്പച്ചൻ, മിസ്റ്റർ റോബിൻ തോമസ്, യുവജന സഖ്യ അംഗങ്ങൾ, ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ക്രിസ്തേശുവിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. ഷാരോൺ മാർത്തോമ യുവജന സഖ്യത്തിന്റെ നേതൃത്വത്തിൽ ഇപ്രകാരം സൂം പ്ലാറ്റ്ഫോമിലൂടെ യൂത്ത് കൺവെൻഷനായി ക്രമീകരിക്കുവാൻ ഇടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഒക്ടോബർ മാസം ഷാരോൺ മാർത്തോമ യുവജന സഖ്യ അംഗങ്ങൾ യുവജന മാസമായി ആചരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ചെയിൻ പ്രെയർ ക്രമീകരിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ യൂത്ത് കൺവെൻഷൻ, അതുപോലെ നമ്മുടെ ഇടവകയിൽ വാർദ്ധക്യത്തിലായിരിക്കുന്നവരോട് അവരുമായിട്ടുള്ളൊരു ഫെലോഷിപ്പ് വെർച്വൽ മീറ്റിലൂടെ ക്രമീകരിക്കുന്നുണ്ട്. അങ്ങനെ പല പ്രോഗ്രാമുകൾ ഇതിനോടനുബന്ധിച്ച് ഈ മാസം ക്രമീകരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായി പ്രകാരം യുവജന സഖ്യത്തിന്റെ നേതൃത്വത്തിൽ കൺവെൻഷനായിട്ട് കൂടി വരുവാൻ ദൈവം നമുക്ക് അവസരം നൽകിയിരിക്കുന്നു. ഈ വർഷത്തെ നമ്മുടെ കൺവെൻഷന്റെ തീം എന്ന് പറയുന്നത് യൗവനം, വചനാധിഷ്ഠിത ജീവിതം, യൂത്ത് ലൈഫ് ഫോക്കസ്ഡ് ഓൺ ദി വേർഡ് ഓഫ് ഗോഡ് എന്നതാണ്. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം വേർഡ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്, ദൈവ വചനം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഭാഗമായിരിക്കേണ്ട കാര്യമാണ്. വേർഡ് ഓഫ് ഗോഡ് ഷുഡ് ഓൾവേസ് ബി പാർട്ട് ഓഫ് അവർ ലൈഫ്. അങ്ങനെയാണോ അല്ലയോ എന്ന് ഇപ്രകാരമുള്ള കൂടിവരവുകൾ നമ്മെ തന്നെ ഒന്ന് അവലോകനം ചെയ്യുവാനുള്ള അവസരങ്ങളാണ്. എന്തിനാണ് നാം വചനം കേൾക്കുന്നത്? എന്തിനാണ് നാം വചനം ധ്യാനിക്കുന്നത്, പഠിക്കുന്നത്, ചിന്തിക്കുന്നത്? So we all need a strong foundation in our life. നമ്മുടെ ജീവിതത്തിൽ, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അടിസ്ഥാനം വളരെ ആവശ്യമാണ്. നമുക്കറിയാം, ഒരു ഭവനം നിർമ്മിക്കുവാൻ ആരംഭിക്കുമ്പോൾ അതിൻ്റെ ഫൗണ്ടേഷന് വേണ്ടി എത്രമാത്രം പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ആ ഫൗണ്ടേഷനിൽ ആശ്രയിച്ചാണ് പിന്നീട് മുകളിലോട്ടുള്ള പണികൾ ആശ്രയിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ബിൽഡിങ്ങിൽ എത്രമാത്രം ഫൗണ്ടേഷന് ഇമ്പോർട്ടൻസ് ഉണ്ടോ, അതുപോലെ തന്നെ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ അവന്റെ ഈ ലോക ജീവിതത്തിലെ അടിസ്ഥാനം എപ്രകാരമായിരിക്കുന്നു എന്ന് ഓരോ വ്യക്തികളും സ്വയം ശോധന ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ഹൗ ഈസ് ആ ഫൗണ്ടേഷൻ? നമ്മുടെ ഫൗണ്ടേഷനുകൾ വിള്ളലുകൾ വീണിട്ടുണ്ടോ? ബലമുള്ളതാണോ? ശക്തിപ്പെടുത്തേണ്ടതുണ്ടോ? ഈ അന്വേഷണമൊക്കെ സാധ്യമായി തീരുന്നത് വചനമാകുന്ന കണ്ണാടിയുടെ മുൻപിൽ നാം നിൽക്കുമ്പോഴാണ്. So we have to keep on monitoring whether our foundation is strong or whether our foundation is weak. അതിനുള്ള അവസരങ്ങളാണ് ദൈവം നമുക്ക് ഇപ്രകാരം പല മുഖാന്തരങ്ങളിലൂടെ ഒരുക്കി തരുന്നത്. അതുകൊണ്ട് ഓരോ വചന കേൾവിയിലൂടെയും നമുക്ക് നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാനും നമ്മുടെ അടിസ്ഥാനം എപ്രകാരമായിരിക്കുന്നു എന്ന്
ഒന്ന് അവലോകനം ചെയ്യുവാനും ഇടയായി തീരേണ്ടത് വളരെ ആവശ്യമാണ്. വചനത്തിലൂടെയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം നേരിടുന്ന വെല്ലുവിളികളെയൊക്കെ അഭിമുഖീകരിക്കുവാൻ സാധ്യമായി തീരുന്നത് ഈ വചനവുമായുള്ള ബന്ധത്തിലൂടെയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ ആദ്യ ഭാഗത്ത് നമുക്കറിയാം, 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം യേശു തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങുവാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഇതാ പരീക്ഷകൻ അവന്റെ അടുക്കലേക്ക് വന്നിട്ട് ക്രിസ്തുവിനെ പരീക്ഷിക്കുവാൻ ശ്രമിക്കുകയാണ്. 3 പ്രാവശ്യം അതിനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പക്ഷെ ഓരോ പരീക്ഷകളും യേശു അതിനെ നേരിടുന്നത് വചനം കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇതിലൂടെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു സത്യമുണ്ട്. അതായത് നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ എപ്രകാരം യേശു തന്റെ ജീവിതത്തിൽ പരീക്ഷകൾ നേരിട്ടുവോ, നാമും ഈ ലോകത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ വിവിധ തരത്തിലുള്ള വെല്ലുവിളികളും ചാലഞ്ചുകളും പരീക്ഷകളും ഒക്കെ നാം നേരിടേണ്ടവരാണ്, അല്ലെങ്കിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നവരായിരിക്കാം. പക്ഷെ ഈ പരീക്ഷകളെയൊക്കെ അഭിമുഖീകരിക്കണമെങ്കിൽ വചനവുമായുള്ള ഒരു ആഴമായ ബന്ധമുണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമായി തീരുകയുള്ളൂ. അതാണ് ക്രിസ്തു നമുക്ക് വരച്ചു കാട്ടിത്തരുന്നത്. ക്രിസ്തു പരീക്ഷകനെ വചനം കൊണ്ടാണ് തോൽപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഇപ്രകാരമുള്ള കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുമ്പോൾ വചനത്തിന്റെ പ്രാധാന്യം എന്താണ്, വചനം എൻ്റെ ജീവിതത്തിൽ ചെലുത്തുന്ന പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കുവാനും വചനത്തെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കുവാനും നമുക്ക് സാധിക്കണം. യേശു നിരന്തരമായി നമ്മോട് സംവാദിച്ചു കൊണ്ടിരിക്കുകയാണ് വചനത്തിലൂടെ. പക്ഷെ ആ യേശുവിന്റെ ശബ്ദം കേൾക്കുവാനും തിരിച്ചറിയുവാനും അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് വചനത്തിന്റെ മക്കളായി, വചനത്തെ മുറുകെ പിടിക്കുന്നവരായി നാം തീരുമ്പോൾ വ്യക്തമായ ലക്ഷ്യത്തോടുകൂടെ ഈ ലോക ജീവിതത്തെ മുൻപോട്ട് നയിപ്പാൻ നമുക്ക് ഇടയായിത്തീരും. കർത്താവായ യേശു ക്രിസ്തു തന്റെ ജീവിതത്തിലൂടെ അത് വളരെ വ്യക്തമായി നമുക്ക് വരച്ചു കാട്ടിത്തരുന്നുണ്ട്. ഈ വചനവുമായുള്ളൊരു ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്തിൽ ലക്ഷ്യബോധത്തോടുകൂടെ ജീവിതത്തെ മുൻപോട്ട് നയിപ്പാനും നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഒരുമിച്ചുള്ള കൂടി വരവ്, ഇന്നത്തെ നമ്മുടെ വചന കേൾവി, അത് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയ്ക്ക് അത് കൂടുതൽ ശക്തി പകരുന്നതായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ കൺവെൻഷന് നേതൃത്വം നൽകുന്നത് സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ മിസ്റ്റർ റോബിൻ തോമസ് ആണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, റോബിനെ കുറിച്ച് പറയാറുണ്ട്, അച്ഛന്മാരെക്കാട്ടിൽ തിരക്കാണ് റോബിന്. കാരണം എപ്പം വിളിച്ചാലും റോബിൻ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമിലായിരിക്കും. വളരെ അനുഗ്രഹകരമായ ശുശ്രൂഷ കുടുംബമായി തിരുവനന്തപുരത്തിന്റെ പ്രദേശത്ത് ചാപ്ലനായി നിർവഹിക്കുന്നു. യുവജനങ്ങളുടെ ഇടയിൽ, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ഇടയിലൊക്കെ ദൈവം നൽകിയിരിക്കുന്ന താലന്തുകൾ തുടർന്നും ദൈവമാക്കിയിരിക്കുന്ന ഇടങ്ങളിൽ ഏറ്റവും അനുഗ്രഹകരമായ രീതിയിൽ നിർവഹിപ്പാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും, പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ വചന കേൾവി അത് നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരട്ടെ. അതിന് പ്രിയ റോബിനെ പരിശുദ്ധാത്മാവ് ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും സന്തോഷത്തോടുകൂടെ മിസ്റ്റർ റോബിൻ തോമസിനെ വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളും. Yes, no problem. ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. പ്രിയപ്പെട്ട റവറൻ ഡോക്ടർ സാബു ഫിലിപ്പച്ചൻ, റവറൻ സ്കറിയ ജോണച്ചൻ, പ്രിയപ്പെട്ട ജോൺ ജി ഗീവർഗീസ് അച്ഛൻ, പാലാരിവട്ടം ഷാരോൺ യുവജന സഖ്യത്തിലെ പ്രിയപ്പെട്ട സഖ്യ അംഗങ്ങളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഈ വർഷത്തെ യൂത്ത് കൺവെൻഷന്റെ ഭാഗമായി പ്രകാരം ഒരു വെർച്വൽ കൺവെൻഷൻ ക്രമീകരിപ്പാൻ യുവജന സഖ്യത്തിന് ഇടയായതോർത്ത് ഒത്തിരി സന്തോഷം. അതിലാദ്യത്തെ ഈ ഒരു ധ്യാനത്തിന് നേതൃത്വം നൽകുവാൻ എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട അച്ഛന്മാരോടും ഉള്ള സ്നേഹവും സഖ്യം സ്നേഹിതരോടുള്ള
സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കട്ടെ. പ്രിയപ്പെട്ട സാബു ഫിലിപ്പച്ചനും ഞങ്ങൾ ഒരുമിച്ച് ഏകദേശം 2 വർഷക്കാലം ഒരുമിച്ച് ശുശ്രൂഷയ്ക്ക് തിരുവനന്തപുരം പട്ടണത്തിൽ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുവാൻ സാധിച്ചതാണ്. പ്രിയപ്പെട്ട സാബു ഫിലിപ്പച്ചൻ്റെ സ്നേഹത്തിനായി, കരുതലിനായി നന്ദി കണ്ട ഹൃദയത്തോടുകൂടി സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട സ്കറിയ ജോണച്ചനെ വർഷങ്ങൾക്ക് മുൻപേ ശാന്തിഗിരി ആശ്രമത്തിൽ ഒരു ക്യാമ്പിന് വന്ന് മാത്രം തുടങ്ങിയ ഒരു പരിചയമാണ്. അന്ന് പരിചയപ്പെടുമ്പോൾ അച്ഛനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം എനിക്ക് ഭക്ഷണം വിളമ്പി തന്നപ്പോഴാണ് പ്രിയപ്പെട്ട സ്കറിയ ജോണച്ചനാണ് എന്നറിഞ്ഞത്. കാരണം എനിക്ക് ഭക്ഷണം അന്ന് എനിക്ക് വിളമ്പി തന്നപ്പോൾ കുപ്പായത്തിലൊന്നും അല്ല. അന്ന് മുതൽ തുടങ്ങിയ ഒരു സ്നേഹബന്ധം പ്രിയപ്പെട്ട അച്ഛനോടും ഉള്ള സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യട്ടെ. എനിക്ക് ആ സ്ക്രീൻ ഷെയർ ആയിട്ടില്ല കേട്ടോ. പ്ലസ് ബെൻസൺ പ്ലീസ്. ആർക്കും സ്ക്രീൻ ഷെയർ ചെയ്യാവുന്നതാണ് എന്റെ വിശ്വാസം. ഐ മീൻ നോട്ട് ആ ഷെയർ സ്ക്രീൻ്റെ അവിടെ സൈമിൾട്ടേനിയസ്ലി ഷെയറിങ് അതേഴ്സ് എന്ന് പറഞ്ഞൊരു ഒന്നിടുന്നുണ്ട്. ഒന്ന് ക്ലിക്ക് ചെയ്യാമോ? Okay, thank you Benson, thank you. Okay. പ്രിയപ്പെട്ട സ്കറിയ ജോണച്ചൻ തൻ്റെ ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞു, യൂത്ത് ലൈഫ് ഫോക്കസ്ഡ് ഓൺ ദ വേർഡ് ഓഫ് ഗോഡ്. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ യുവത്വം, ഇത് നമ്മുടെ സഭയുടെ യുവജന സഖ്യത്തിന്റെ ഈ വർഷത്തെ സ്റ്റഡി ബുക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു തീം. ഇതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 28 വരെയുള്ള വാക്യമാകുന്നു ഇന്നത്തെ ധ്യാനത്തിനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 28 വരെയുള്ള വാക്യം. അതിൻ്റെ ആദ്യത്തെ 1-2 വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ചു കൊള്ളട്ടെ. In the beginning was the Word, and the Word was with God, and the Word was God. He was in the beginning with God. All things were made through him, and without him was not anything made that was made. കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന നല്ല ദൈവമേ, അനുഗ്രഹീതമാകുന്ന ഈ സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ യാത്ര ചെയ്യുന്നത് വ്യത്യസ്ത അനുഭവത്തിലാണ്. ഞങ്ങൾ യാത്ര ചെയ്യുന്നത് വൈറസിന്റെ മധ്യയാണ്. ഞങ്ങൾ യാത്ര ചെയ്യുന്നത് മുൻപോട്ടുള്ള ഭാവിയെക്കുറിച്ച് വലിയൊരു ചോദ്യചിഹ്നത്തിന്റെ മുമ്പിലാണ്. ഞങ്ങൾ യാത്ര ചെയ്യുന്നത് അസ്വസ്ഥതകളുടെ ഇടയിലാണ്. എന്നാൽ അവിടെ ഞങ്ങൾക്ക് ബലം തരുന്നത് അങ്ങയുടെ തിരുവചനം മാത്രമാണ്. അപ്രകാരം ഈ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് യാത്ര ചെയ്യുവാൻ ബലഹീനരാകുന്ന ഞങ്ങളെ അങ്ങ് ഒരുക്കണമേ, സഹായിക്കണമേ. അതിന് ഈ വർഷത്തെ ഈ കൺവെൻഷൻ മുഖാന്തരമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ, വൃഥാവായി പോവരുതേ. വിതയ്ക്കുവാൻ നീ അടിയന് നൽകിയ വചനത്തിനായി സ്തോത്രം. ആ വിതയ്ക്കുന്ന വചനം അടിയങ്ങളിൽ വളർത്തപ്പെടുവാൻ ഇടവരുത്തണമേ. ബലഹീനനാകുന്ന അടിയനെയും ശക്തിപ്പെടുത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. മൈ ഫേവറേറ്റ് ഫുഡ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം, അത് സാബുച്ചൻ അറിയാം എന്താ എന്നുള്ളത്. എനിക്ക് സ്കറിയ ജോണച്ചൻ അറിയാമെന്ന് എനിക്കറിയില്ല. കാരണം സ്കറിയ ജോണച്ചൻ ഞാൻ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. സോ മൈ ഫേവറേറ്റ് ഫുഡ് ഈസ് ദിസ്, കപ്പയ. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഈ സംഭവം. എൻ്റെ മുമ്പിൽ ട്രിവാൻഡ്രം യൂത്ത് പറയുന്നത്, എൻ്റെ ചാപ്ലൈനെ നിങ്ങൾ ഇത്രമാത്രം ഒരു നമ്മുടെ ഒരു വാക്കി പറഞ്ഞാൽ ഒരു തറ ആവരുത്. അപ്പോൾ ചിലവർ പറയുന്നത് കപ്പ തറയാണോ? നോ, ഇപ്പോഴത്തെ കാലത്ത് കപ്പയൊന്നും തറയൊന്നുമല്ല. ഇതൊരു VIP ഫുഡാണ്. ഇതൊരു ഡെലീഷ്യസാ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കപ്പയാ. അതിനോടൊപ്പം എനിക്ക് രണ്ടാമത് ഇതിൻ്റെ ഒരു കൂട്ട് എന്തായെന്ന് ചോദിച്ചാൽ ഇതാണ് സംഭവം. ഈ മീൻകറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
അത് 2 മീൻകറിയുണ്ട്. ട്രിവാൻഡ്രത്ത് ആയതുകൊണ്ട് ഈ തേങ്ങ അരച്ചു വെച്ച മീൻകറി ഞാൻ ട്രിവാൻഡ്രത്ത് വന്നു കഴിഞ്ഞാൽ കഴിച്ചു തുടങ്ങി. എന്നാൽ ഇത് പുളിയിൽ, കൊടംപുളിയിലോ ഇട്ടിരിക്കുന്ന മീൻകറി. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ പള്ളി തൈമറവങ്കര സാലേം മാർത്തമ്മ പള്ളിയാണ്, ഓതറയില. ഞാൻ എൻ്റെ ഖൊയറിലുണ്ട്. ഖൊയർ യൂണിഫോം എന്തെന്ന് ചോദിച്ചാൽ വൈറ്റ് ആണ്, വൈറ്റ് ഷർട്ട് ആൻഡ് ബ്ലൂ പാൻസ്. നമ്മൾ പറയും സ്കൂൾ യൂണിഫോം തന്നെയാണ് അന്നത്തെ ഞങ്ങളുടെ ഖൊയർ. അന്ന് എൻ്റെ പള്ളിയിൽ കുർബാന ഇല്ല ആ സൺഡേ. അപ്പം രാവിലെ ഇറങ്ങാൻ നേരത്ത് ഞാൻ കുളിച്ച് ഈ ഡ്രസ്സൊക്കെ ഇട്ട് വെളിയിലേക്ക് ഇറങ്ങാൻ നേരത്തെ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, എടാ ഇന്ന് കുർബാന ഇല്ല, കഴിച്ചിട്ട് വേണമെങ്കിൽ പോവും. ഞാനപ്പം പറഞ്ഞു, ഞായറാഴ്ച ദിവസം രാവിലെ കഴിക്കരുത്, അതെൻ്റെ ഒരു ഇതാണ്, ഞായറാഴ്ച ദിവസം രാവിലെ വേണ്ട. ഉടനെ എൻ്റെ അമ്മ പറഞ്ഞു, എടാ കപ്പയും മീൻകറിയും ഉണ്ട്, വേണമെങ്കിൽ കഴിച്ചിട്ട് പോവും. അത് കേട്ടപ്പോൾ അന്നും ഇന്നും ഈ കപ്പ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോഴും എൻ്റെ വായിലൂടെ ഇങ്ങനെ ആ ഫോട്ടോയൊക്കെ കാണുമ്പോൾ തന്നെ ഒരു വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇത് കാണുന്നവർക്കറിയാം, ഒന്ന് പിടിച്ചു വെച്ചോണം ഇപ്പൊ അടുത്തത് പറയുമ്പോഴത്തേക്കിന്, അല്ലെങ്കിൽ ആ വായിൽ നിന്ന് ബെൻസ താഴെ പോകരുത് കേട്ടോ, പിടിച്ചു വെച്ചോണം. അന്നും ഇന്നും എൻ്റെ മുമ്പിൽ കപ്പ വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി എന്തെന്ന് ചോദിച്ചാൽ, എൻ്റെ ചൂണ്ടുവിരലും കൊണ്ട് ആ കപ്പയ്ക്കകത്തെല്ലാം 4-5 കിഴുത്ത കിഴിക്കും. എന്നിട്ട് സ്പൂൺ എടുത്തിട്ട് ഈ ചാറെല്ലാം എടുത്തിട്ട് ചാറ് കോരിയിട്ട് ഈ കിഴുത്തക്കകത്തെല്ലാം അങ്ങ് ഫില്ല് ചെയ്യും. എന്നിട്ട് ഈ 3 വിരല് അതിനകത്തേക്ക് അങ്ങോട്ട് ഇറക്കും. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് വലതോട്ടൊന്ന് തിരിച്ചിട്ട് വായിലോട്ടൊരു വെപ്പുണ്ട്. സ്കറിയാച്ചന് ഏകദേശം വന്നു എന്ന് എനിക്ക് തോന്നുന്നു. ആ മുഖഭാവം കാണുമ്പോൾ ഏകദേശം നമ്മുടെ വായിലൂടെ, അതാണ് ഞാൻ ആ ഫോട്ടോ ഇട്ടത്. ഉടനെ അന്നത്തെ ദിവസം ഞാൻ പറഞ്ഞു, ഓ എന്തൊരു ഫുഡാണ്. അപ്പൊ പറയുന്നത്, കപ്പ, ഐ ലവ് യു കപ്പ, ഐ ലവ് യു. കാരണം അത്രമാത്രം ടേസ്റ്റിയാ. അപ്പൊ ഈ കൊതി കയറുന്ന സമയത്ത് 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്നുകിൽ നമ്മുടെ നാക്കും ചിറിയും എല്ലാം കടിച്ചു പറിക്കും. അന്നേരം നമ്മുടെ അപ്പനും അമ്മയും പറയും, കൊതി കൂടിയട്ടാ എന്ന് പറയും. എന്നാൽ രണ്ടാമതൊരു സംഭവം സംഭവിച്ചു. എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ ഒരു ഭാഷയുണ്ടല്ലോ, ഞാൻ ഈ യൂത്തിന്റെ കൺവെൻഷൻ ആയതുകൊണ്ട് ഞാൻ ഒരു യൂത്തിന്റെ ഭാഷയിലൂടെ പോകാനാ. നമ്മൾ പറയും ആക്രാന്തം എന്ന വാക്ക്. എറണാകുളംകാർക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. ട്രിവാൻഡ്രംകാർ പറയും ആക്രാന്തം എന്ന വാക്ക്. ആക്രാന്തത്തിൽ ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ വായിലേക്ക് പോവേണ്ടതായിട്ടുള്ള ഒരു പീസ് തെറിച്ച് കപ്പയും മീൻചാറും കൂടെ എൻ്റെ ഈ വൈറ്റ് ഷർട്ടിലേക്ക് വന്നു വീണു. പെട്ടെന്ന് എൻ്റെ റിതം ചേഞ്ച് ചെയ്യുകയാണ്, പെട്ടെന്ന് എൻ്റെ മൂഡ് ചേഞ്ച് ചെയ്യുകയാണ്. ഞാൻ പെട്ടെന്ന് എൻ്റെ ഇടത് കൈ കൊണ്ട് ആ ഉടുപ്പ് തട്ടിയിട്ട് ഇപ്രകാരം പറയാ, ഛേ ഈ വൃത്തികെട്ട കപ്പ നശിപ്പിച്ചു, ഈ ഡേ കളഞ്ഞു. എന്തുകൊണ്ടാണ്? ഇവിടെ നിന്നാണ് the youth focused on the word of God. കപ്പയും മീൻകറിയും ഒരുമിച്ച് വായിൽ വരുമ്പോഴാകുന്നു അതിന് വിലയുള്ളതായിട്ട് മാറുന്നത്. എന്നാൽ അത് ഒരുമിച്ച് വായിൽ വരാതെ അത് തെറിച്ച് വസ്ത്രത്തിലേക്ക് വീണ് കഴിയുമ്പോൾ അത് ബിഗ് സീറോയായി വിലയില്ലാത്തതായി മാറും. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ യുവത്വം, ഓപ്പൺ ബൈബിൾ നമ്മൾ എപ്പോഴും പറയുന്നതാണ്. മാർത്തോമ സഭ എന്ന് പറയുന്നത് ഒരു തുറന്ന വേദപുസ്തകമാണ്. എന്നാൽ ഈ തുറന്ന വേദപുസ്തകത്തിലുള്ള യാത്ര നഷ്ടപ്പെട്ടപ്പോൾ പലപ്പോഴും യുവത്വം വിലയില്ലാത്തതായി മാറുന്നു. ആമുഖ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ച വാചകങ്ങൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. ഈ ധ്യാനം നമ്മളെ വിലയെ തിരിച്ചറിയുവാൻ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ ഈ സുവിശേഷം ഏകദേശം AD 90 to 110 നകത്ത് എഴുതിയതാണെന്നാണ് പറയപ്പെടുന്നത്. വാട്ട് ഈസ് ദ അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് ചോദിച്ചാൽ, എന്തിനാണ് ഇത് എഴുതിയത് എന്ന് ചോദിച്ചാൽ, വ്യക്തമായിട്ട് അതിൻ്റെ 20 മുതൽ 20-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. But these are written so that you may believe that Jesus is the Christ, the Son of God,
and that by believing you may have life in his name. ഇതാണ് യോഹന്നാൻ എഴുതിയ ഈ ഒരു സുവിശേഷത്തിന്റെ കാതൽ. ഇച്ചിരും കൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ജീസസ് ടു ബി ബോൺ as a human and who dwelt among us as the eternal word of God. മനുഷ്യനായി പിറന്ന് മാനവരുടെ ഇടയിൽ ജീവിച്ച ദൈവത്തിന്റെ നിത്യവചനമാകുന്ന യേശു ക്രിസ്തു എന്ന് ജോൺ പ്രൊക്ലെയിം ചെയ്യുന്നു. ചാപ്റ്റർ 1 അകത്ത് പെട്ടെന്ന് ഒന്ന് രണ്ട് കാര്യം പറഞ്ഞിട്ട് ഈ ധ്യാനത്തിലേക്ക് പോകാനാണ് താല്പര്യപ്പെടുന്നത്. ചാപ്റ്റർ 1 to 18 അതിന്റെ ഒരു ആമുഖം എന്തെന്ന് ചോദിച്ചാൽ ഇപ്രകാരം പറയും, the word become flesh. And 19 to 51 ആണ് the beginning of Jesus Christ ministry. എന്നാൽ ഇന്നത്തെ യൂത്ത് focused on the word of God. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ എടുക്കാൻ താല്പര്യപ്പെടുന്നത് രണ്ട് ധ്യാനമാണ്, രണ്ട് തലങ്ങളില്ല. The first is the word began flesh 1 to 18 and the second one is 19 to 28, the John the Baptist testimony about this word or Jesus Christ. ഈ രണ്ട് തലത്തിൽ 4 ധ്യാനങ്ങൾ ഒരുമിച്ച് ചിന്തിച്ച് ഈ ധ്യാനം അവസാനിപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. വേർഡ് ഓഫ് ഗോഡ്, പ്രിയപ്പെട്ട സ്കറിയ ജോണസൺ പറഞ്ഞു, കേൾക്കാമോ? ഇപ്പം കേൾക്കാം റോബിനെ, ഇടയ്ക്ക് അങ്ങ് പോയായിരുന്നു. ഞാൻ എൻ്റെ മറ്റേ ലാപ്ടോപ്പിലെ നെറ്റിന് എന്തോ പ്രോബ്ലം ഉണ്ടായി. ഞാൻ ഇപ്പോൾ അല്ലാതെ കയറി വരുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, കാണാൻ പറ്റുന്നില്ല. ഇപ്പം കാണാം. ഓക്കെ, മറ്റേത് കണക്ട് ആയിക്കോട്ടെ. ഞാൻ ഫോണിൽ നിന്നാണ് കയറുന്നത് ഇപ്പോൾ. ഓക്കെ, നോ പ്രോബ്ലം. കേൾക്കാമല്ലോ വെച്ചാൽ ഓഡിയബിൾ ആണല്ലോ? കേൾക്കാം, ഓഡിയബിൾ ആണ്. ഓക്കെ, താങ്ക് യു. സോ ദ വേർഡ് ഓഫ് ഗോഡ് അതിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യത്തിൽ പറയുന്ന ഒന്നാമത്തെ വാക്ക് ഇതാണ്: ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. രണ്ടാമത് പറയുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു. The first is word. The second one is word with God. അത് കഴിഞ്ഞിട്ട് പറയുന്ന മറ്റൊരു വാക്കുണ്ട്, word was God. Word was God. അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവം ആയിരുന്നു. I am audible? Hello, Acha? Hello? കേൾക്കാം അച്ഛാ. India ID card.
എന്താ ചെയ്യുന്നത്? ഓ ഉണ്ട്. പ്രശ്നങ്ങളേക്കണ്ട പ്രശ്നകാരി പ്രസംഗം കേൾക്കുന്നില്ല. സൂമിലോ ഹലോ ഹലോ ആ ഇല്ല ഞാൻ ഓഫ് ചെയ്തേക്കാം. എന്റെ ഒന്നുമല്ല, നല്ല മര്യാദക്ക് കേട്ടോ. ഓക്കെ റോബിനെ. റോബിൻ മ്യൂട്ടിലാണ്. യാ ഓക്കെ ഐ നോ. ഓക്കെ പറഞ്ഞോളൂ. ഓക്കെ ഞാൻ സ്ക്രീൻ ഒന്ന് ഓപ്പൺ ചെയ്തു. ഓക്കെ ഓക്കെ. ഈ വെർച്വൽ കോൺഫറൻസിനൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കാം കേട്ടോ. കുഴപ്പമില്ല, കാരണം അതെ. ഞാൻ മറ്റൊരു സിസ്റ്റത്തിൽ നിന്ന് ഓൾറെഡി ഞാൻ എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ പെട്ടെന്ന് അതിൻ്റെയും റേഞ്ച് ഔട്ടായി പോയി. സോ സോറി. നമ്മുടെ പരിധിയിലുള്ള കാര്യങ്ങളല്ലോ. ഐ നോ. സ്ക്രീൻ കാണാമോ? ഓക്കെ. ഓക്കെ ഓക്കെ. നമ്മൾ ഇന്ന് വായിച്ച ഭാഗത്ത് ഇങ്ങനെയാണ് പറയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, the word, and the second one is this word is with God. അത് വചനം ദൈവത്തോട് കൂടെയായിരുന്നു. മൂന്നാമത്തെ ഇതിൽ പറയുന്നു the word was God and this word is beginning with God. അത് ലൈഫ് ആണ്, അത് ലൈറ്റ് ആണ്. പ്രിയപ്പെട്ട അച്ഛൻ ആമുഖമായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ പേടിച്ചു പോയി. കാരണം ഞാൻ വിചാരിച്ചു ഞാൻ പറയേണ്ടതെല്ലാം അച്ഛൻ ഇപ്പോൾ ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞു തീർക്കുമോ എന്ന് പേടിച്ചു പോയി. എന്നാൽ സ്കറിയ ജോൺ അച്ഛൻ പറഞ്ഞത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് ആമുഖത്തിൽ ഒന്നാമതായിട്ട് പറയാനുള്ളത്. വാട്ട് ഈസ് വേർഡ് ഓഫ് ഗോഡ് എന്ന് ചോദിച്ചാൽ ഈ ഒരു കണക്റ്റഡ് പോയിന്റ്സിനകത്ത് തന്നെയുണ്ട്. വാട്ട് ഈസ് വേർഡ് ഓഫ് ഗോഡ് ഈസ് ദാറ്റ് ഇസ് വേർഡ് ദാറ്റ് ഹാവ് ലൈഫ്. വചനം എന്തെന്ന് ചോദിച്ചാൽ ഇത് ജീവനുള്ളതാണ്. ഇത് ജീവനുള്ളതാണ് ഈ വചനം എന്ന് പറയുന്നത്. അതാണ് the word is with God, the word was God, it's beginning with God, it's light and life. എന്നാൽ ഇവിടെ മറ്റൊരു തലത്തിലേക്ക് പോകുന്ന സമയത്താണ് അതിൻ്റെ 4ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, അവനിൽ ജീവനുണ്ടായിരുന്നു, in him was life and the life was the light of men. ജീവിതത്തെ പ്രകാശത്തിലേക്ക് നയിക്കുന്നത് ഈ വചനമാണ്. വചനമാണ് ജീവിതം, ജീവനാണ്. ആ ജീവനെ പ്രകാശത്തിലേക്ക് നയിക്കുന്നതും ഈ വചനമാണെന്ന് ഈ ഭാഗത്ത് പറയുന്നു. എന്നാൽ 5ാമത്തെ വാക്യത്തിൽ എന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കുകയും ഇല്ല. ദാറ്റ് മീൻസ് ഡാർക്ക്നെസ്.
ഇന്നത്തെ യുവത്വത്തോട് ചോദിക്കുക, വാട്ട് ഈസ് ലൈഫ് എന്ന് ചോദിച്ചാൽ, എന്താണ് ജീവിതം എന്ന് ചോദിച്ചാൽ അവർ പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. എനിക്ക് ഏകദേശം 14 ക്യാമ്പസ് ആണ് ട്രിവാൻഡ്രത്തുള്ളത്. അവരോട് ചോദിക്കും, എടാ വാട്ട് ഈസ് ലൈഫ്? ഉടനെ അവർ പറയുന്ന നമ്മുടെ ഒരു വാക്കാണ്, അച്ഛാ അടിപൊളിയാ. അടിപൊളിയാ. എന്ത് ഈ അടിപൊളി? എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എന്താണ് ഈ അടിപൊളി? ത്രില്ല അച്ഛാ, ത്രില്ല എന്നാ പറയണേ. ചിലവരോട് ചോദിക്കുമ്പം പറയുന്നത് ഇങ്ങനെയാണ്, ഓ അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. ഇതാ ജീവിതം എന്ന് പറയുന്നത്. ഓ അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. മറ്റൊരുത്തനോട് ചോദിച്ചപ്പോൾ അവൻ എന്നെ ഒരു പാട്ടാ പാടി കേൾപ്പിച്ചത്. ഇങ്ങനെയാണ് പാടി കേൾപ്പിച്ചത്, വിരഹഗാനം വിതുമ്പി നിൽക്കും വീണ പോലും. എന്നിട്ട് എന്നോട് പറയുകയാണ്, ചാപ്ലൈൻ നോക്കിയാൽ എൻ്റെ വിരഹം മാറ്റാൻ പറ്റും. അപ്പം ഞാൻ ചോദിച്ചു, എന്താടാ ഞാൻ നിനക്ക് ചെയ്തു തരേണ്ടത്? ഉടനെ പറഞ്ഞ ഇതാണ്, ചാപ്ലൈനെ മെക്കിൽ പഠിക്കുന്ന നമ്മുടെ മാർത്തോമക്കാരി, സ്ഥലം കൂടെ പറഞ്ഞേക്കാം, പേരെന്നോട് ചോദിക്കത്തില്ല എന്ന് ഉറപ്പായതുകൊണ്ട്, കോഴഞ്ചേരിക്കാരി ഡെടുക്കൽ ചാപ്ലൈൻ ചെന്നിട്ട് എന്നെ കുറിച്ച് പറയണം. ഞാൻ ചോദിച്ചു, എന്താ പറയണ്ടേ? ഞാനൊരു അടാറ് സംഭവമാണെന്ന് പറയണം. എന്ന് വെച്ചാൽ അവന്റെ ജീവിതത്തെ കുറിച്ച് അവനൊരു അടാറാന്ന് ഞാൻ ചെന്ന് പറയണം. എങ്കിൽ എൻ്റെ ജീവിതം അടിപൊളിയാ. എന്നാൽ മറ്റൊരു തലമുണ്ട് ഈ ജീവിതത്തിന്. അടിച്ചുപൊളിയാന്നൊക്കെ പറയുമ്പം ചിലവർ പറയുന്നതാണ്, ഈയിടെ ഫേസ്ബുക്കിൽ ചില വർഷങ്ങൾക്ക് മുമ്പ് എന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്ത ഒരു വാക്കാ, വാവേ എനിക്ക് നിന്നെ വിട്ടേച്ച് പോകുവാൻ പറ്റത്തില്ല. ഇത് എഴുതിയത് ഇതാണ്, പാതിരാക്കൽ നിഖിലസ്, 22 വയസ്സ്. അവന്റെ ലൈഫിൽ വാവ എന്ന് പറയുന്ന അവന്റെ ലവർ അവനെ വിട്ടു പോകുന്നു എന്ന ഡാർക്ക്നെസ് അവനിലേക്ക് വന്നപ്പോൾ അവൻ ചെയ്തത് എന്തെന്ന് ചോദിച്ചാൽ, ഈ പെൺകുട്ടിയുടെ വീടിന്റെ മുമ്പിൽ പോയി ആ പെൺകുട്ടിയുടെ ഭിത്തിയിൽ ഇപ്രകാരം എഴുതി വെച്ചു, വാവേ എനിക്ക് നിന്നെ വിട്ടേച്ച് പോകുവാൻ വയ്യ എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയുടെ വീടിന്റെ മുമ്പിൽ പോയി അവൻ ആത്മഹത്യ ചെയ്തു. വാട്ട് ഈസ് ലൈഫ്? ഇവിടെയാണ് യുവത്വം വചനത്തിലേക്ക് തിരികെ വരുമ്പോൾ ചോദിക്കുക, വചനം എന്തെന്ന് ചോദിച്ചാൽ അത് ജീവനും ചൈതന്യവും നൽകുന്നതാണ്. വചനം പ്രകാശം നൽകുന്നതാണ്, അന്ധകാരത്തെ മാറ്റുന്നതാ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട യുവജനങ്ങളെ, ഈ വചനം എന്നിൽ എപ്രകാരമാണ് ക്രിയ ചെയ്യുന്നത് എന്ന് ഈ സന്ധ്യാനേരത്ത് നമുക്ക് ധ്യാനത്തിനായിട്ട് ഒരുക്കപ്പെടണം. ഈ ചോദ്യം ഞാൻ ഈ ധ്യാനം എടുക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചതാണ്. ഈ ചോദ്യം, ഈ വചനം നിനക്ക് ജീവനും ചൈതന്യവും പ്രകാശവും നൽകുന്നതാണെന്നുള്ള ഒരു തിരിച്ചറിവ് നിനക്കും എനിക്കുമുണ്ടോ എന്നൊരു ചോദ്യം. ഞാൻ എവിടെ ഇതെടുത്താലും ഈ പയ്യനെ നിങ്ങളുടെ മുമ്പിൽ, ആരുടെ എന്ന് വെച്ചാൽ വചനം എന്ന് പറഞ്ഞ് എൻ്റെ മുമ്പിലേക്ക് ഒരു പോർഷൻ നൽകിയാൽ ഈ പയ്യനെ ആ മുമ്പിലേക്കൊന്ന് അവതരിപ്പിക്കാതെ എനിക്ക് പോകാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു സാബു ഫിലിപ്പച്ചന് ഈ ആളിനെ അറിയാം. ഞാൻ പലപ്പോഴും ഈ ആളിന്റെ കാര്യം സാബു അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ പേരാണ് സജിത്ത്. സജിത്ത് കഴിഞ്ഞ 9 വർഷമായിട്ട് ഈ ബെഡിൽ ഇങ്ങനെ തന്നെ കിടക്കുക. 9 വർഷം. 20ാമത്തെ വയസ്സിലുണ്ടായ ഒരു ആക്സിഡന്റ് സജിത്തിനെ തളർത്തി. പോത്തൻകോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സജിത്തിന്റെ സ്ഥലം. സജിത്തിന്റെ അടുക്കൽ ഞാൻ ഇങ്ങനെ ഒരു പയ്യൻ ഈ ഒരു കോളനിയിൽ താമസിക്കുന്നു എന്നറിഞ്ഞ് 8 വർഷം മുമ്പേ ഞാൻ അവന്റെ അടുക്കൽ പോയപ്പോൾ ആദ്യം കണ്ടതാണ് ഈ ഒരു സീൻ. വിത്ത് ദ പെർമിഷൻ ഓഫ് സജിത്ത് ആണ് ഞാൻ ഈ ഇത് അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. ഞാൻ അവിടെ ചെന്ന് കോളിംഗ് ബെൽ അടിച്ച ഉടനെ അകത്തുനിന്ന് ഒരു ശബ്ദം കേട്ടു, ജനലിന്റെ സൈഡിൽ താക്കോലിരിപ്പുണ്ട്, തുറന്നകത്ത് കയറിക്കോ. ഞാൻ ആ കഥക് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ചെതലടിച്ച ഒരു കഥക. ആ കഥകിന് തുറന്ന് അകത്ത് കയറിയപ്പോൾ കണ്ട ആദ്യത്തെ കാഴ്ച. അവൻ എന്നെ കണ്ട ഉടനെ അവൻ ഇങ്ങോട്ട് ഒരു കാര്യം ചോദിച്ചു, റോബിൻ ചാപ്ലൈൻ അല്ലേ? ഞാൻ അന്താളിച്ചു പോയി. ഞാൻ പറഞ്ഞു, നിനക്ക് എന്നെ അറിയാമോ? അപ്പം പറഞ്ഞു, അച്ചാച്ച എനിക്ക് അച്ചാച്ചനെ അറിയാം, അച്ചാച്ചൻ ഇവിടെ വരുമെന്നും എനിക്കറിയാം. ഞാൻ ചോദിച്ചു, സജിത്തെ അമ്മ എന്തിയേ? അപ്പൊ പറഞ്ഞു, അമ്മ
പോത്തങ്കോട് ഹോമിയോ ഡിസ്പെൻസറി തൂക്കാൻ പോയിരിക്കുക. രാവിലെ 9 മണിയാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് അമ്മ പോകും. ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് തിരികെ വരത്തുള്ളൂ. അതുവരെ എന്നെ പൂട്ടിയിട്ടിട്ടാ പോകുന്നേ. ഞാൻ ഉടനെ സജിത്തിനോട് പറഞ്ഞു, സജിത്തി അതുവരെ നീ എന്തെടുക്കും? അച്ഛാ ചുമ്മാ അത് കിടക്കും. അത് കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അച്ഛാ എന്നെ ഒന്ന് തിരിച്ചു കിടത്താമോ? ഞാൻ തിരിച്ചു കിടത്താനായിട്ട് ചെന്നപ്പോൾ പറഞ്ഞു, കയ്യിലൊന്ന് ഗ്ലൗസ് ഇട്ടോണം. ഞാൻ പറഞ്ഞു, എനിക്ക് ഗ്ലൗസ് വേണ്ട. ഇല്ല അച്ഛാ വേണം. ഞാൻ ഇവനെ ഒന്ന് തിരികെ കിടത്തുന്ന സമയത്ത് അത്ഭുതപ്പെട്ടത് എന്തെന്ന് ചോദിച്ചാൽ, അന്ന് എനിക്ക് 32 വയസ്സ് പ്രായം. 32 വയസ്സുകാരൻ ആദ്യമായി കണ്ടതാണ് ജീവനോട് ഇരിക്കുന്ന ഒരു ശരീരത്തിൽ പുഴു എഴയുന്നത്. അന്ന് ആദ്യമായിട്ടാണ് ഞാൻ കണ്ടേ. ജീവനുള്ള ഒരു ശരീരത്തിൽ പുഴു അരിക്കുന്നത് അന്ന് ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. ഞാൻ അതേപോലെ തിരികെ കിടത്തി. കാരണം 2 അവന്റെ ഹിപ്പ് ബോൺ വെളിയിലാണ്. ഇത് രണ്ടും കണ്ടപ്പോൾ എനിക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ തിരികെ കടത്തിയപ്പോൾ ജീവനും ചൈതന്യവും നൽകുന്ന വചനമാണ് സജിത്തിനെ ബലപ്പെടുത്തുന്നത് എന്ന് തിരിച്ചറിയാൻ പറ്റിയത് നിങ്ങൾ അവന്റെ വലതു കൈ നോക്കുമ്പോൾ അറിയാം. തിരിച്ചു കിടത്തിയപ്പോൾ അത്ഭുതപ്പെടുത്തിയത് എന്തേന്ന് ചോദിച്ചാൽ, അവന്റെ വലതു കരം ഇരിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിന്റെ മുകളിലാണ്. അന്ധകാരമേറുന്നതായിട്ടുള്ള ജീവിത സാഹചര്യത്തിൽ അവന്റെ കരമിരിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ വിശുദ്ധ വേദപുസ്തകത്തിന്റെ മുകളിലാണ്. ഞാൻ അന്തിച്ചുപോയി. ഞാൻ അവനോട് ചോദിച്ചു, സജിത്ത ഈ വേദപുസ്തകം നിനക്ക് എങ്ങനെ കിട്ടി? ഉടനെ അവൻ പറഞ്ഞു, അച്ഛാ ഇതെനിക്കൊരു പാസ്റ്റർ കൊണ്ട് തന്നതാ. അത് കഴിഞ്ഞ് അവൻ പറഞ്ഞതാണ്, എനിക്ക് ഈ ഒരു പോയിന്റിൽ നിന്നും അടുത്ത പോയിന്റിലേക്കുള്ള വേ ഇങ്ങനെയാ പറഞ്ഞത്. അച്ഛാ ഞാൻ ജീവിക്കുന്നത്, ഇന്നും ഞാൻ ജീവിക്കുന്നതിന്റെ കാരണം ഈ വിശുദ്ധ വേദപുസ്തകവും അതിലെ യേശു ക്രിസ്തുവും മാത്രമാണ്. യേശു ക്രിസ്തു എന്ന് പറഞ്ഞപ്പോൾ എന്നെ അന്തിപ്പിച്ചതാണ്. ഞാൻ ചോദിച്ചു, ഇതൊക്കെ നീ എങ്ങനെ പഠിക്കുന്നു? ഉടനെ പറഞ്ഞു, എൻ്റെ കൈക്ക് വയ്യ എങ്കിലും ഞാൻ ഒരു കാര്യം ചെയ്യും, ഓരോ പോർഷൻ എടുത്തിട്ട് ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്ത് പഠിക്കും. ഞാൻ ഇന്നലെയും അവന്റെ വീട്ടിൽ പോയിരുന്നു. ഇന്നലെ ഉച്ചയ്ക്കും പോയപ്പോഴും അവന്റെ കയ്യിൽ ആ വിശുദ്ധ വേദപുസ്തകം വലത് കൈയിലും ഉണ്ടാകും, ഇടത് കൈയിൽ അവന്റെ മൊബൈലും ഉണ്ടാകും. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ യുവത്വമേ, പാലാരിവട്ടം ഷാരോൺ മാർത്തോമ ഇടവകയിലെ വിശ്വാസി സമൂഹമേ, അനേക വർഷത്തെ പാരമ്പര്യം നമുക്കെല്ലാവർക്കുമുണ്ട്. എന്നാൽ ഈ ചാപ്ലേനെ പോലും ഈ സജിത്ത് വെല്ലുവിളിച്ചു. തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കടന്നിട്ട് നമ്മുടെ ഫോക്കസിൽ ഇതൊരു അന്ധകാരമായി, ഇറ്റ്സ് എ ഡാർക്ക്നെസ്. എന്നാൽ അതിന്റെ 5-ാമത്തെ വാക്യം ഒന്നുകൂടെ ഞാൻ വായിച്ചു കൊള്ളട്ടെ. ദ ലൈറ്റ് ഷൈൻസ് ഇൻ ദ ഡാർക്ക്നെസ് ആൻഡ് ദ ഡാർക്ക്നെസ് ഹാസ് നോട്ട് ഓവർകം ഇറ്റ്. ഒരിക്കൽ പോലും അതിനെ പിടിച്ചടക്കത്തില്ല. അതാണ് വചനം, അതാണ് വചനം. ഈ സജിത്തിനെ ഞങ്ങൾ ട്രിവാൻഡ്രം യൂത്ത് അങ്ങ് ഏറ്റെടുത്തു. ഈ സജിത്തിന്റെ വീടെങ്കിലും അവനൊന്ന് കൊടുക്കണമെന്ന് ഞങ്ങൾക്കൊരു കൊതിയായിരുന്നു. ഇതായിരുന്നു സജിത്തിന്റെ വീട്. ട്രിവാൻഡ്രം IT പാർക്കും ട്രിവാൻഡ്രം സെന്റർ യൂത്തും എല്ലാം കൂടെ ചേർന്ന് ചില വർഷങ്ങൾക്ക് മുമ്പ് എ സെലിബ്രേഷൻ നടത്തി. എ സെലിബ്രേഷൻ വിത്ത് നീഡി എന്ന് പറഞ്ഞ അതിന് നേതൃത്വം നൽകിയത് നമ്മുടെ തിരുമേനിയായിരുന്നു. ആ വീട് ഞങ്ങളൊന്ന് പൊളിച്ചു പണിഞ്ഞു. അവന്റെ കിടക്കയൊന്ന് മാറ്റി വിരിക്കാനായിട്ട് ശ്രമിച്ചു. എന്നാൽ ഇന്നും അവൻ കിടക്കുന്നത് നമ്മൾ കൊടുത്ത കട്ടില്ല. പക്ഷേ അവന്റെ മുഖത്തെ ഒരു തേജസ് ഉണ്ടല്ലോ, അത് ആ വചനത്തിൽ രൂപപ്പെട്ടത് മാത്രമാ. അതുകൊണ്ട് ഒന്ന്, ദ വേർഡ് ദാറ്റ് ഹാവ് ലൈഫ്, ഇത് ജീവൻ ചൈതന്യവും നൽകുന്നതാണ് ഈ വചനം. രണ്ടാമതായിട്ട് അതിന്റെ 11 മുതൽ 14 വരെയുള്ള വാക്യം ദ സെക്കൻഡ് പാർട്ടായിട്ട് എടുക്കുക. അതിന്റെ 14-ാമത്തെ വാക്യമാണ്. നിങ്ങൾ പിന്നെ സമയം കിട്ടുമ്പോൾ മുഴുവൻ വായിച്ചുകൊള്ളുക. എന്നാൽ 14-ാമത്തെ വാക്യം ഞാൻ ഇപ്രകാരം അവിടെ വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയിട്ടുണ്ട്. And the word became flesh and dwelt among us. And we have seen his glory as of the only Son from the Father, full of grace and truth. ഈ വേർഡ് ഓഫ് ഗോഡ് എന്താ?
ഞാൻ പറയും, the second is the word that become flesh and dwelling among us. The word that become flesh and dwelling among us. ജഡമായി അവൻ നമ്മുടെ ഇടയിൽ പാർത്തു. അത് പാർക്കുന്നതാണ് ഈ വചനം. പാർക്കുന്നതാണെന്ന് തിരിച്ചറിയുന്നതാണ് ഈ വചനം. 14-ാമത്തെ വാക്യം അതാ പറയുന്ന, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ജഡമായി നമ്മുടെ ഇടയിൽ പാർക്കുന്ന ക്രിസ്തു എൻ്റെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും എൻ്റെ കൂടെ ഉണ്ടെന്ന് തിരിച്ചറിവ് നൽകുന്നതാണ് the word of God. The Jesus Christ is among us. Oh, the pandemic situation of our life, the Jesus Christ, the Emmanuel is with us. ഇത് തിരിച്ചറിവ് തരുന്നതാണ് ഈ വചനം. Are you focused? Are you focused on this word of God? ചോദ്യമാ. ഈ ധ്യാനവുമായിട്ട് ഇന്നലെ രാത്രിയിൽ ഇരുന്ന സമയത്ത് എന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയ ചോദ്യങ്ങളാ. Robin, are you realize that Jesus Christ is with us? റോബിനെ, നിന്റെ ജീവിതത്തിന്റെ നൊമ്പരങ്ങളുടെ മുമ്പിൽ ഈ ക്രിസ്തു നിന്റെ കൂടെ ഉണ്ടെന്ന് തിരിച്ചറിയുവാൻ ഈ വചനം മുഖാന്തരമായിട്ടുണ്ടോ എന്നൊരു ചാപ്ലൈനോട് പോലും കഴിഞ്ഞ രാത്രി വല്ലാതെ ഡിസ്റ്റർബ് ചെയ്തതാ. കാരണം ഇത് നാളെ ദുബൈ ഖരാമയുടെ ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി എനിക്ക് നൽകിയ വിഷയമാണ്. ഇന്നലെ സ്കറിയ ജോണച്ചൻ എന്നോടൊരു ചോദ്യം ഇടയ്ക്ക് ചാറ്റ് ചെയ്തിട്ട് പറഞ്ഞു, റോബിൻ ഏത് ചാപ്റ്ററാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛാ നൗ ഐ ആം അറ്റ് പ്രോഗ്രാം വെയിറ്റ്. ആ വെയിറ്റിനകത്ത് ഞാൻ എന്തെടുക്കണമെന്നൊരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. കാരണം ഇത് എനിക്ക് എടുക്കാൻ യോഗ്യതയുണ്ടോ എന്നൊന്നും അറിയണമല്ലോ. കുറച്ച് സമയം കഴിഞ്ഞിട്ടാ ഞാൻ ആ ബൈബിൾ വേഴ്സ് അച്ഛൻ അയച്ചു കൊടുത്തത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വേർഡ് ഓഫ് ഗോഡ് നമ്മുടെ ഇടയിൽ പാർക്കുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയിക്കുന്നതാണ്. അതിന് ഈ ധ്യാനങ്ങൾ മുഖാന്തരമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പെൺകുട്ടിയെ ചിലവർക്കെങ്കിലും അറിയാമായിരിക്കും. എനിക്ക് ജീവിക്കുന്ന കുറച്ച് അനുഭവങ്ങളാണ് പറയാനുള്ളത്. ഞാൻ വായിച്ച പുസ്തകങ്ങളിലെ അറിവുകളേക്കാൾ എനിക്ക് ജീവിക്കുന്ന ചില സാക്ഷ്യങ്ങളെ നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാണിക്കുമ്പോഴാണ് ഈ വേർഡ് ഓഫ് ഗോഡിനെ ഒന്ന് തിരിച്ചറിയാനായിട്ട് പറ്റുന്നത്. ഇത് ജാൻസി സാറ ജെയിംസ്. ജാൻസി നിങ്ങളുടെ ഭദ്രാസനക്കാരാ. കോട്ടയം ജെറുസലേം മാർത്തോമ ഇടവക. കോട്ടയം ജെറുസലേം മാർത്തോമ ഇടവകയിലെ ശുശ്രൂഷകനായിട്ടുള്ള ജെയിംസ് ചാന്റെ മകൾ, രണ്ടാമത്തെ മകൾ, 2 പെൺകുട്ടികളാണ്. ജാൻസി പഠിക്കാൻ മിടുക്കിയായിരുന്നു. ജാൻസി ഡിഗ്രി പഠനത്തിന് ശേഷം ഒരു ജോലിക്ക് വേണ്ടി പോയ സമയത്ത് ആദ്യം ഒരു വീഴ്ച വീണു. അവൾ വിചാരിച്ചു അവൾ കാല് തട്ടി വീണതാ. എന്നാൽ ആ വീഴ്ചയുടെ ഓരോ ദിവസം കഴിയും തോറും വീഴ്ചയുടെ എണ്ണം കൂടുക. ഓരോ ദിവസം കഴിയും തോറും അവൾ പിന്നെ വീഴും. ഒരു ദിവസം 4 വട്ടം വീഴും, ഒരു ദിവസം 5 വട്ടം വീഴും. അവസാനം ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് 1,00,000 ഒരാൾക്ക് വരുന്ന ഒരു രോഗം. അത് അവളുടെ നെർവുമായിട്ട് ബന്ധപ്പെട്ടുള്ള രോഗം, അവളുടെ ബോഡിയുടെ ബാലൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള രോഗം. തെറിച്ച് വീഴുക. ഇത് ഒരു എർത്തടിക്കുന്ന പോലെ അവളുടെ ശരീരത്ത് തോന്നും. അവൾ തെറിച്ച് താഴെ വീഴും. ഞാൻ ഇവളെ കേട്ട് എനിക്കൊരു സ്വഭാവമുണ്ട്, ഇങ്ങനെയുള്ളവരെയൊക്കെ പോയി കുറച്ചു നേരം ഇരിക്കും. ഞാൻ അത് എവിടെയാണേലും പോകും. ഞാൻ ഇവിടുന്ന് ഒരു ദിവസം കോട്ടയത്ത് പോയി, അവളുടെ കൂടെ മണിക്കൂറുകളോളം ഇരുന്നു. അവൾ ആദ്യം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇറങ്ങാൻ നേരത്ത് ഞാൻ പറഞ്ഞു, ജാൻസി നിന്റെ നമ്പർ ഞാൻ. ഉടനെ അവൾ ആദ്യം പറഞ്ഞതാണ്, അച്ചച്ച വൈകിട്ട് 8 മണി മുതൽ 9 മണി വരെ എന്നെ വിളിക്കരുത്. ഞാൻ ചോദിച്ചു അതെന്നാ? ആ സമയം എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ കൊടുത്തിരിക്കുന്ന ടൈമാണ്. ആ സമയത്ത് ഒരു കോളും ഞാൻ സ്വീകരിക്കത്തില്ല, ഒരു വാട്സപ്പ് ചാറ്റും ഞാൻ ചെയ്യത്തില്ല. അത് എൻ്റെ കർത്താവിന് വേണ്ടി ഞാനും എൻ്റെ കർത്താവും തമ്മിൽ സംസാരിക്കുന്ന, എന്ന് വെച്ചാൽ എൻ്റെ കൂടെ പാർക്കുന്ന വചനം, എൻ്റെ കൂടെ പാർക്കുന്ന എൻ്റെ കർത്താവിനോട് സംസാരിക്കുന്ന സമയം. എന്നാൽ ഇവിടെ നെയ്യാറ്റിൻകര ഒരു ആയുർവേദ ട്രീറ്റ്മെന്റിന് വന്നപ്പോൾ എനിക്കൊരു കൊതി, ട്രിവാൻഡ്രം യൂത്തുമായിട്ട് ഇവളൊന്ന് സംസാരിച്ച കൊള്ളാം. അന്ന് ഞാൻ എൻ്റെ കാറിലാണ് ഇവളെ എടുത്തുകൊണ്ട് വരുന്നത്. വരുന്ന സമയത്ത് 4 വട്ടം എൻ്റെ കാറിൽ നിന്നും അവൾ ഇരിക്കുന്ന സീറ്റിൽ നിന്നും തെറിച്ച് ആ ഗ്യാപ്പിൻ്റെ അകത്ത് പോയി വീണു. ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പം 2 times ആ വീൽ ചെയറിൽ അവളെ കെട്ടിയാ വെച്ചേക്കുന്നത്. എന്നിട്ടും അത്ര ശക്തിയിലാണ് അവൾ തെറിച്ച് താഴെ വീഴുന്നത്.
ഞാൻ വല്ലാതെ എന്നെ അസ്വസ്ഥപ്പെടുത്തി ആ കാഴ്ച. ഉടനെ ജാൻസിയോട് ഞാൻ ചോദിച്ചു, ജാൻസി നീ എങ്ങനാടി സഹിക്കുന്നേ? ഉടനെ അവൾ എനിക്ക് തന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അവൾ എഴുതിയ ഒരു വാക്യമുണ്ട്. അത് ഞാൻ ഇംഗ്ലീഷിൽ ഇപ്രകാരം ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്: The pain so bad to crush my bones. തെറിച്ച് വീഴുന്ന സമയത്ത് പലപ്പോഴും എൻ്റെ മുഖം, എൻ്റെ കൈ, എൻ്റെ കാൽ ഒക്കെ തളർന്നിട്ടുണ്ടച്ചാ. But I just feel it's better to die. മരിക്കുന്നതാ നല്ലതെന്ന് ഞാൻ തോന്നിയിട്ടുണ്ട്. But when I remember how much pain the Jesus Christ suffered just to keep me alive, ഇന്നും ഞാൻ ജീവിക്കുന്നത് എന്താണെന്നറിയാമോ? ഇതിനേക്കാൾ അപ്പുറം എൻ്റെ കൂടെ ഇരിക്കുന്ന ഈ കർത്താവ് സഹിച്ചു എന്ന തിരിച്ചറിവാ. ഈ തിരിച്ചറിവാ. Yes, the word that become flesh and dwelling among us. നമ്മുടെ കൂടെ പാർക്കുന്ന ഈ ക്രിസ്തുവിനെ, ഈ വചനത്തെ തിരിച്ചറിയുവാൻ ഈ യുവജന സഖ്യാംഗങ്ങൾക്കും കുടുംബങ്ങൾക്കും എനിക്കും സാധ്യമായി തീരുമ്പോഴാ നമ്മുടെ ജീവിതം ഒരു ഫോക്കസ്ഡ് ലൈഫായി തീരുന്നത്. ഒന്ന്, the word that have life. The second one is word that become flesh and dwelling among us. And the third, അതിന്റെ 15 മുതൽ 22 വരെയുള്ള വാക്യം നിങ്ങൾ വൈകിട്ട് വായിച്ചു കൊള്ളണം. That is the testimony of John. That is the testimony of John. അവിടെ പറയുന്ന നല്ല രസാണ്. ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇങ്ങനെയാ ചോദിക്കുന്നത്: Who are you? അവിടെ കൂടിയവർ ചോദിക്കുന്ന ചോദ്യമാ, നീ ആരാ? അന്നത്തെ അധികാരികൾ ജോണിനോട് ചോദിക്കുന്ന ചോദ്യമാ, Who are you? Are you an Elijah? Are you a prophet? നീ ഏലിയാവാണോ? നീ ഒരു പ്രവാചകനാണോ? എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്താണെന്നറിയാമോ? ആ ജോൺ പറഞ്ഞ മറുപടിയാ, I am not. I am not. നിങ്ങൾ ഈ പറയുന്നതൊന്നും ഞാനല്ല. നിങ്ങൾ ഈ പറഞ്ഞ ഏലിയാവ് ഞാനല്ല. നിങ്ങൾ ഈ പറഞ്ഞ പ്രവാചകൻ ഞാനല്ല. എന്നാൽ ഇന്നലെ വൈകിട്ട് ഈ ധ്യാനവുമായിട്ടിരുന്നപ്പോൾ ആ സമയത്ത് ഞാനായിരുന്നെങ്കിൽ, ജോണിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ, അത്രയും ക്രൗഡിന്റെ മുമ്പിൽ എന്നോട് ചോദിക്കും, വലിയവനാകാൻ കിട്ടിയ ചാൻസ് അല്ലേ റോബിൻ? ഹു ആർ യു? ആർ യു എൻ എലീജ? ആർ യു എ പ്രോഫിറ്റ്? ഞാൻ ചിലപ്പം പറഞ്ഞു പോയെന്ന് വരാം. ഞാനത്. പക്ഷെ ജോൺ ഇവിടെ പറയുന്നു, ഐ ആം നോട്ട്. 3, എന്താണ് ഈ വചനം പറയുന്നതെന്നറിയാമോ? The word that have testifies. എന്നെ സാക്ഷ്യത്തിലേക്ക്, എന്നെ സാക്ഷ്യ ജീവിതത്തിലേക്ക് സാക്ഷീകരിക്കുന്നതാണ് ഈ വചനം എന്ന് വ്യക്തമായിട്ട് പറയുന്നു. ഈ യൂത്ത് വീക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ യൂത്ത് കൺവെൻഷനിൽ, ഈ വെർച്വൽ പ്ലാറ്റ്ഫോമിൽ എന്നെയും നിങ്ങളെയും വെല്ലുവിളിക്കുന്ന ഒരു വെല്ലുവിളിയുണ്ട്. നമ്മുടെ ജീവിതം എന്തൊക്കെയോ സംഭവമാണെന്ന് ചിന്തിക്കാറില്ലേ? നമ്മൾ എന്തൊക്കെയോ ആണെന്ന് ചിന്തിക്കാറില്ലേ? എന്നാൽ കൈ കൊണ്ട് കഴുകി, സോപ്പ് കൊണ്ട് കഴുകിക്കളയാവുന്ന, ഒരു ഹാൻഡ് സാനിറ്റൈസർ കൊണ്ട് കഴുകിക്കളയാവുന്ന വൈറസ് എന്നെയും നിന്നെയും തോപ്പിച്ച് തുന്നം പാടിപ്പിച്ചു. എന്നിട്ട് നമ്മളെ പഠിപ്പിച്ചു വി ആർ നത്തിങ്, നമ്മൾ ഒന്നുമല്ല എന്ന് തിരിച്ചറിയിപ്പിച്ചു. ഇന്ന് ചോദിക്കട്ടെ, word that have testifies, എന്നെയും നിങ്ങളെയും ഈ ഒരു സാക്ഷ്യത്തിലേക്ക് നയിക്കുന്നത് ഈ വചനമാണ്. അത് ജീവിതം മുഖാന്തരമാകണം. കാനാവിലെ കല്യാണത്തിന് നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട് കൽഭരണിയിലെ വെള്ളം. എനിക്കവിടെ അത്ഭുതം എന്തേന്ന് അറിയാമോ? അവൻ പറഞ്ഞു ഭരണിയിൽ വെള്ളം നിറയ്ക്കാൻ. അന്നേരം യാതൊരു മടിയും കൂടാതെ കൽഭരണിയിൽ വെള്ളം നിറച്ചവരെയാ എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. അവരാണ് സാക്ഷികൾ, അവരാണ് സാക്ഷ്യമുള്ളവർ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ വചനത്തിലേക്ക് നമ്മളെ നയിക്കുമ്പോൾ സാക്ഷ്യത്തിന്റെ നിറകുടങ്ങളായി ക്യാമ്പസിലും ഭവനത്തിലും ജീവിക്കുവാനായിട്ട് സാധ്യമായി തീരണം. ഈ വീട് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? ഇങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു കേട്ടോ. എന്നെ വല്ലാതെ എൻ്റെ ഒരു നൊസ്റ്റാൾജിയ എന്നൊക്കെ പറയത്തില്ല, ഇങ്ങനെ ഒരു വീട് കണ്ടിട്ടുണ്ടോ? ഓലമേഞ്ഞ വീടാ.
ഞാൻ പറഞ്ഞല്ലോ, ചിലതൊക്കെ നമ്മൾ മറന്നു പോകുമ്പം തിരുത്തപ്പെടണമല്ലോ, ഓർമ്മകളിൽ എടുക്കപ്പെടണമല്ലോ. ഇത് പണ്ടത്തെ വീടാ കേട്ടോ. നിങ്ങൾ അവരുടെ മുഖത്തെ ഒരു സന്തോഷം ഒന്ന് നോക്കിക്കോ. അന്നത്തെ കാലത്തുണ്ടായിരുന്നത് പോവർട്ടിയാ, പട്ടിണിയാ. ആ സമയത്ത് പട്ടിണിയാ അവരുടെ കാലം. എന്നാൽ അന്ന് അവർക്കുണ്ടായിരുന്ന ഒരു കാര്യമുണ്ട്, ഹംബിൾനെസ്, ഒരു താഴ്മ ഉണ്ടായിരുന്നു അവർക്ക്. ഈ ഒരു വീഡിയോ ഒക്കെ ഉള്ളായിരുന്നു. കാരണം മഴ പെയ്യുന്ന സമയത്ത് ചോർന്നൊലിക്കും ആ വീട്ടിൽ. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. ഇങ്ങനെയായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നത്: ദൈവമേ, ഈ മേളിൽ നിന്ന് വീടുന്ന ഐസ് കട്ടയ്ക്ക് ഒരു പേരുണ്ട്, എന്തോ അതിന് പറയുന്നത്? എൻ്റെ പിള്ളേരകത്തുനിന്ന് വിളിച്ചു പറയുന്നു ആലിപ്പഴം. നമ്മളൊരു പാട്ടൊക്കെ ഉണ്ടല്ലോ, ആലിപ്പഴം പെറുക്ക. അപ്പൊ ഈ അന്നത്തെ കാലത്തൊക്കെ ആലിപ്പഴം വീഴും. അപ്പൊ ഞങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥനയാണ് ഇതാണ്, ആലിപ്പഴം വീഴണം. ഉടനെ എൻ്റെ വല്യപ്പച്ചൻ തുടർന്ന് ഒരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിക്കും: ദൈവമേ, ഈ പിള്ളേരുടെ മണ്ടപ്രാർത്ഥനയൊന്നും നീ കേൾക്കരുത്. കാരണം എന്താണെന്നറിയോ? ഓട് പൊട്ടിയാൽ മാറാൻ അന്ന് കാശില്ല. ആലിപ്പഴം വീഴുമ്പോൾ ഓട് പൊട്ടുന്ന കാര്യം എനിക്കറിയാം, എനിക്കത് തിന്നാൻ വേണ്ടിയാ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അന്നത്തെ കാലം ഇതായിരുന്നു. അന്ന് ഈ ഒരു അനുഭവം ഉണ്ടായിരുന്നു, പോവർട്ടി ഉണ്ടായിരുന്നു. എന്നാൽ അന്നൊരു ഹംബിൾനെസ് ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, അന്നായിരുന്നു പ്രാർത്ഥനയുടെ ശക്തി. അന്നായിരുന്നു വൈകുന്നേരങ്ങളിൽ ആ വഴിയിലൂടെ ആരെങ്കിലും ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ പാട്ടും പ്രാർത്ഥനയും ആ വീടിന്റെ ഒരു മുഖമുദ്രയായിരുന്നു. അതുമാത്രമല്ല, ഒരു വിശ്വാസം മുറുകെ പിടിച്ചിരുന്നു ആ ഒരു സമയത്ത്, ഈ ഒരു അനുഭവത്തിൽ. അതുകൊണ്ട് അവർ ഒരു ജെന്യൂനായിരുന്നു. ഇതായിരുന്നു അന്നത്തെ കാലം. എന്നാൽ ഇന്നോ നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി. ഈ ഒരു കുടിലിൽ നിന്നും നമ്മുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയുടെ ഫലമായി, നമ്മുടെ ഫോർഫാദേഴ്സിന്റെ കണ്ണുനീരിന്റെ ഫലമായി ഞാനും നിങ്ങളും താമസിക്കുന്ന മണിമാളികളിലേക്ക് നമ്മൾ മാറ്റപ്പെട്ടു. ഈ മണിമാളികളിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ അതിന്റെ മണ്ടയ്ക്ക് ഞാൻ വെച്ചിരിക്കുന്ന സ്മൈലി എന്തിനാ പ്രത്യേകിച്ച് കയറ്റിയതാ? കയ്യിലിരിക്കുന്ന ഡോളേഴ്സാ. പ്രിയപ്പെട്ട സ്കറിയ ജോണച്ചൻ എന്നെ നിങ്ങളുടെ കൺവെൻഷന് വിളിച്ചിട്ട് നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് പോയി എന്ന് വിചാരിക്കരുത്. അത് എനിക്കിട്ട് തരുന്ന പണിയാ. ആ സ്മൈലി എന്നെ നോക്കിയിരിക്കുക. കാരണം എൻ്റെ പേരൻസും എൻ്റെ ബ്രദറും അമേരിക്കയില്ല. അമേരിക്കയിൽ നിന്ന് വരുന്ന ഡോളറാ അത്. മനസ്സിലായില്ലേ? ഈ ഡോളേഴ്സ് ഒക്കെ എനിക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ വെൽ പോളിഷ്ഡ് ആയി, വെൽത്തായി, അറിവുകൾ നേടി. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ആ പഴയ കാലത്തുള്ള സാക്ഷ്യം നഷ്ടപ്പെട്ടിട്ടുണ്ടോ നമുക്ക്? ആ പഴയ കാലത്തുള്ള പ്രാർത്ഥനകൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ആ പഴയ കാലത്തുള്ള സത്യസന്ധത നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇന്ന് ഈ രാത്രിയിൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ഇതാണ്. നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാക്ഷ്യത്തെ തിരിച്ചെടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമായി തീരണം. മൂന്നാമത് പറയാൻ ശ്രമിച്ചത് word that gives us flesh, word that have testifies. നാലാമത് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് എൻ്റെ ധ്യാനം അവസാനിപ്പിക്കണം. അവിടെ അടുത്ത ചോദ്യമാണ്. അത് 23 മുതൽ 28 വരെയുള്ള വാക്യത്തിലാണ് ഈ സംഭവം പറയുന്നത്. ആ ചോദ്യം ഇതാണ്: ഹു ആർ യു? അടുത്ത ചോദ്യം വീണ്ടും ചോദിക്കുക, ഹു ആർ യു? ഉടനെ യോഹന്നാൻ പറയുന്ന വാക്ക് ഇതാണ്: ഐ ആം ദ വോയിസ്. ഞാനൊരു ശബ്ദമാണ്. എന്നെ വല്ലാതെ ചിന്തിപ്പിച്ച ഒരു വാക്കാട്ടോ ശബ്ദം എന്ന് വെച്ചാൽ. എവിടെ നിന്നാ ഈ ശബ്ദം വരുന്ന? നോ ഐഡിയ. എവിടേക്കാ പോകുന്ന? നോ ഐഡിയ. എവിടെയോ അലിഞ്ഞ് തീരുന്ന ശബ്ദം എന്ന് വെച്ചാൽ ഞാൻ വെറും ശബ്ദമാണെന്ന് തിരിച്ചറിയാൻ പറ്റണം. ഞാൻ വെറും ഒരു ശബ്ദമാ. ആരുടെ ശബ്ദമാ? ജീസസ് ക്രൈസ്റ്റിന്റെ ശബ്ദമായി മാറണം. The word that gives us courage എന്നൊരു വാക്ക് ഞാൻ കൊടുക്കും. അത് മനഃപൂർവ്വം കൊടുത്തതാ. എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ സാക്ഷിക്കണമെങ്കിൽ ഈ ഒരു ധൈര്യമുണ്ടെങ്കിലേ, യോഹന്നാൻ ഒരു ധൈര്യമുണ്ടല്ലോ, അത് തുടർന്ന് അങ്ങോട്ട് വായിക്കുമ്പോൾ
പറയുന്ന ഒരു വാക്കുണ്ട്. അവൻ പറയുന്നത് ഇങ്ങനെയാണ്: ഏതു പ്രതികൂലങ്ങളിലും ഏതു പ്രശ്നങ്ങളിലും അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ പോലും യോഗ്യതയില്ല എന്ന് പറഞ്ഞ യോഹന്നാൻ പറയുന്നു, അവന്റെ ഉത്തമ സാക്ഷിയായി ഞാൻ നിൽക്കും, തല പോയാലും അവന്റെ ശബ്ദമായി ഞാൻ നിൽക്കും. എന്ന് വെച്ചാൽ ക്രിസ്തു സാന്നിധ്യം തിരിച്ചറിയുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമായി തീരണം. ആ ക്രിസ്തു സാന്നിധ്യം തിരിച്ചറിയുന്നവർക്ക് മാത്രമേ ഈ ധൈര്യത്തോടുകൂടെ നേരെ നിൽക്കുവാനായിട്ട് സാധ്യതയുള്ളൂ. ഇല്ല എങ്കിൽ നമ്മൾ പതറിപ്പോകും. നമ്മൾ പലപ്പോഴും ക്രിസ്തു സാന്നിധ്യത്തെ തിരിച്ചറിയുമ്പോൾ, ഞാൻ ആ ഒരു വാക്ക് പറയാം, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കില്ല. നമ്മൾ പ്രൈസ്തലോട് പറയുന്ന എപ്പോഴാ? ബെൻസ പ്രൈസ്തലോട് എനിക്ക് ബെൻസനെയും താരൂനെയും പിന്നെ എനിക്കറിയാത്തത് കാണാൻ പറ്റുന്ന ഇവരൊക്കെ ഉള്ളു. അതുകൊണ്ടാണ് ഞാൻ ബെൻസൺ തെറ്റിദ്ധരിക്കില്ല. ശ്രേയയും ഞാൻ കാണുന്നുണ്ട്, ബാക്കി ആരെയും കാണുന്നില്ല. ഓക്കെ, ഈ ബെൻസ, ബെൻസനോടാ ചോദ്യം. പ്ലീസ് അൺമ്യൂട്ട് യുവർ മൈക്ക്. സോറി ആഷിക, ഞാനും വിചാരിച്ചു ഈ ബെൻസൻ വിളിക്കുമ്പോൾ ഇനി ചിലപ്പോൾ തെറ്റിദ്ധരിച്ചിട്ടേ അല്ല. എന്തായാലും ആഷിക പ്രൈസ്തലോട് പറയുന്ന എപ്പോഴാ? നമുക്ക് തോന്നുമ്പോ. പിന്നെ തോന്നാൻ കാരണം എന്തോ? അത് മനസ്സിൽ നിന്ന് വരുന്നല്ലേ. അത് ആ മനസ്സിൽ നിന്ന് എപ്പോഴാ വരുന്നേ? ഓക്കെ, ഞാൻ വേറൊരു കാര്യം പറയാം. യേശു എനിക്കെല്ലാമാണെന്ന് കൂട്ടുകാരോട് പറയാൻ പറ്റുന്ന ഏത് ഒരു ലൈഫിലായിരിക്കും യേശു എൻ്റെ എല്ലാമാ? നമ്മൾ പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടുമ്പം, നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം കിട്ടുമ്പം, അപ്പൊ നമ്മൾ പറയും, നീ അറിഞ്ഞോടി, എനിക്ക് ഫസ്റ്റ് കിട്ടിയടി, ആരാന്നറിയാമോ? എൻ്റെ യേശു എനിക്കെല്ലാമാ, അല്ലേ? അപ്പൊ നമ്മൾ ധൈര്യത്തോടു കൂടെ സാക്ഷിക്കും. എന്നാൽ ഞാൻ ഇന്നലെ ഇരുന്നപ്പോഴേ, ഞാനും ഭയങ്കര പ്രാർത്ഥനാക്കാരനായിരുന്നു. ബെൻസ വേണേ അൺമ്യൂട്ട് ചെയ്തോ കേട്ടോ, എൻ്റെ ചോദ്യോത്തരവലി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ആളിനോട് ചോദിക്കാമല്ലോ. ഞാൻ ഭയങ്കര പ്രാർത്ഥനക്കാരായിരുന്നു. എൻ്റെ കല്യാണം, ഇതെൻ്റെ കല്യാണ ഫോട്ടോ കേട്ടോ. അന്ന് എനിക്ക് ഭയങ്കര സൗന്ദര്യമായിരുന്നു, കണ്ടില്ലേ? അന്ന് ഈ കല്യാണം നടന്നത്, കല്യാണം എന്ന് പറഞ്ഞപ്പോൾ അകത്ത് എന്തൊക്കെയോ പറയാൻ തുടങ്ങുന്നു. എൻ്റെ ഭാര്യ അപ്പുറത്ത് ഇപ്പുണ്ട്. എൻ്റെ കല്യാണം നടന്നത് അപ്പോൾ ഭയങ്കര ആഗ്രഹമാണ്. കാരണം കല്യാണം നടത്തുന്ന സമയത്തൊക്കെ ഈ കല്യാണം കഴിക്കാൻ പോകുന്നവരും ഒക്കെ ഉണ്ടല്ലോ ഇവിടെ, നിങ്ങളെ ഒന്ന് ആഗ്രഹം പറഞ്ഞ് ഇത് ചെയ്യാണ്. ഭയങ്കര ആഗ്രഹത്തോടാണ് കെട്ടുന്നത്. സ്കറിയാച്ചൻ്റെ ചിരി കാണുമ്പോൾ എനിക്കറിയാം, ഭയങ്കര ആഗ്രഹങ്ങളാണ്, സംഭവമാണ്. നമ്മളിങ്ങനെയാണ്, സ്കൂട്ടറെ പോകും, ബൈക്കേ പോകും, മഴ നനഞ്ഞു പോകും, അതൊക്കെയായിരുന്നു. പക്ഷേ അന്നത്തെ എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ഇതായിരുന്നു: ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കുകയാണെങ്കിൽ അതൊരു പെൺകുഞ്ഞിനെ മതി. ഉടനെ എൻ്റെ ഭാര്യ പ്രാർത്ഥന തുടങ്ങി. എന്താണെന്നറിയോ? അവളുടെ പ്രാർത്ഥന ഇതാണ്: ആൺകുഞ്ഞിനെ മതി. കാരണം അവളുടെ വീട്ടിൽ 2 പെൺപിള്ളേരാ, ഞങ്ങൾ 2 ആൺപിള്ളേരുമാണ്. പക്ഷെ എൻ്റെ പ്രാർത്ഥന ദൈവം അങ്ങ് കേട്ടു. എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അങ്ങനെ എനിക്ക് ആദ്യത്തെ ഒരു മകളെ കിട്ടി. അവളുടെ പേരാണ് അർപ്പിത. അർപ്പിതയെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് രണ്ടാമത്തെ ക്യാരിങ് ആവുന്ന സമയത്ത് റോബിൻ ഒരു ഉഡായിപ്പ് പ്രാർത്ഥന പ്രാർത്ഥിച്ചു. കേട്ടോണം, ഈ കർത്താവ് എവിടെയാണ് നമ്മൾ സാക്ഷിക്കുന്നതൊക്കെ കേട്ടോണം. ഉഡായിപ്പ് പ്രാർത്ഥന, ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട് കേട്ടോ. ബർണബാസ് തിരുമേനി ഒരു മീറ്റിംഗ് ഇരുന്നപ്പോൾ, ക്ലാസ് എടുത്തപ്പോൾ എന്നോട് ചോദിച്ചോടാ ഇങ്ങനെയും പ്രാർത്ഥനയുണ്ടോ? ഞാൻ പറഞ്ഞു പിന്നെ ഉണ്ട്. അതെന്താ പ്രാർത്ഥന എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അന്ന് ഞാൻ പ്രാർത്ഥിച്ച ഇങ്ങനെ: ദൈവമേ, നിന്റെ ഹിതം പോലെ നടത്തിക്കോ. ഓർത്തോണം, ആദ്യം നമ്മളൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, ഒരു പെൺകുഞ്ഞിനെ വേണം, കൃത്യ പ്രാർത്ഥന. രണ്ടാമത്തെ ഒരു ഉഡായിപ്പ എന്ന് വെച്ചാൽ നിന്റെ ഹിതം പോലെ നീ എനിക്കൊരു ഇതാ. പുള്ളിക്കാരൻ കൃത്യമായിട്ട് ഹിതം പോലെ ഒന്നിനെ തന്നു. അതാണ് അനുഗ്രഹ എന്ന പേര് ഞാൻ ഇട്ടു. പക്ഷെ മൂന്നാമത്തെ ക്യാരിങ് ആയപ്പോൾ നമ്മൾ കൃത്യമായി ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ഇങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിച്ചത്: ദൈവമേ, എനിക്കൊരു ആൺകുഞ്ഞിനെ തരണം, ആൺകുഞ്ഞിനെ തരണം. അവന് പേരും ഞാൻ ഇട്ടു ആരോൺ റോബിൻ തോമസ്. എന്നെ ഒരു അച്ഛനാക്കാനായിട്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാ. എൻ്റെ ഇങ്ങനത്തെ സ്വഭാവം കാരണം ചാപ്ലൈനായിട്ടൊക്കെ നടക്കണു. ഉടനെ എനിക്കൊരാഗ്രഹം, എൻ്റെ വല്യപ്പന്, എൻ്റെ അപ്പന് കൊടുത്ത കാര്യം ചെയ്യണം, അവനെ അച്ഛനും ആക്കണം. തീരുമാനിച്ചു. റെവറൻഡ് ആരോൺ റോബിൻ തോമസ്. പ്രാർത്ഥന അങ്ങോട്ട് ശക്തയേറിയ പ്രാർത്ഥനയാ, ധൈര്യത്തോടു കൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കേട്ടോ.
എന്തോ ഒരു പ്രാർത്ഥനയായിരുന്നു അറിയാമോ? അന്നേരം എൻ്റെ മൂത്ത മോൾ ഒരു പ്രാർത്ഥനയും പ്രാർത്ഥിച്ചു, ദൈവമേ ഞങ്ങൾക്കൊരു കുഞ്ഞാങ്ങളെ തരണേ. പിന്നെ അടുത്ത ദിവസം തൊട്ട് എൻ്റെ പ്രാർത്ഥന തുടങ്ങി, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടയരുതേ എന്ന് പറഞ്ഞ കർത്താവേ, എൻ്റെ മൂത്ത മോളുടെ പ്രാർത്ഥന നീ കേട്ട അവർക്ക് ഉത്തരവരളയണമേ. എന്തൊക്കെ രസകരമായ പ്രാർത്ഥനകളാ. അങ്ങനെ ഒക്ടോബർ മാസം നവംബർ 2016 TV-യിൽ ഇന്ത്യയുടെ ഒരാൾ വന്നിട്ട്, ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ആ മനുഷ്യൻ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, മേരാ പ്യാരാ ദേശവും. കറിയാച്ചൻ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ഹിന്ദി വളരെ കുറവറിയാവുന്നത് കൊണ്ട് സച്ച്മുച്ച് അല്ലേച്ചാ കഥം അങ്ങനെ അടിച്ചു വിട്ടത്. അതിന് ഞാൻ എഴുതിയിട്ടുണ്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അനൗൺസ് ദ എല്ലാ 500ന്റെ 1000 നോട്ടം തീർന്നു. അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് നമ്മുടെ മൂന്നാമത്തെ ആശാൻ റിലീസിംഗ് ഡേ. അത് നമ്മുടെ ജൂബിലി ഹോസ്പിറ്റലിൽ വെച്ചാണ്. അന്ന് രാവിലെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുമ്പിലൂടെ എൻ്റെ അപ്പനും അമ്മയും തെക്കോട്ടെ വടക്കോട്ടെ പടിഞ്ഞാറ് ഓട്ടമാണ്. എന്ന് വെച്ചാൽ അവരുടെ ഓട്ടം കണ്ട ഇപ്പോൾ അവർ പ്രസവിക്കും, അവർ പ്രസവ വേദന എടുത്ത കാര്യം ഓൾറെഡി അകത്ത് കയറി കഴിഞ്ഞു. ഇവരുടെ കണ്ടാൽ ഞാൻ ചോദിക്കും, നിങ്ങൾ എന്തിനു ഈ പരവേശം വെക്കുന്ന? ഉടനെ പറയാ, എടാ ആണാണോ പെണ്ണാണോ? ഉടനെ ഞാൻ പറഞ്ഞു, എൻ്റെ മമ്മി ആരോൺ റോബിൻ തോമസ് ആണ്. ഇടയ്ക്ക് എനിക്ക് ദാഹം വന്നു. താരു ഈ ടെൻഷൻ അടിച്ചിട്ടുള്ള ദാഹമല്ല, യഥാർത്ഥ ദാഹം വന്നു. തിരിച്ച് വെള്ളമൊക്കെ കുടിച്ച് തിരികെ വരുന്ന സമയത്ത് ഒരു ഗ്രീൻ തുണിയിൽ സിസ്റ്റർ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടി വരുന്നു. എങ്ങോട്ടാ പോവാ? അപ്പം ഞാൻ വിചാരിച്ചു, ഈ രക്തത്തെ തിരിച്ചറിയുമല്ലോ. വന്ന സമയത്ത് ഹൂസ് ബേബി ഇസ് ദിസ്? ഉടനെ പറഞ്ഞു, ദിസ് എ ബേബി ഓഫ് ഷൈല റോബിൻ. ഞാൻ പറഞ്ഞു, അപ്പൻ ഞാനാ. ഞാൻ ചോദിച്ചു, ബോയ് ഓർ ഗേൾ? പുള്ളിക്കാരി ചിരിച്ചോണ്ട് പറഞ്ഞു, ഇറ്റ്സ് എ ഗേൾ. 9th നവംബർ, ഇറ്റ്സ് എ ഗേൾ. അന്ന് ഞാൻ പറഞ്ഞ വാക്ക് സത്യമായിട്ടും ഇതാണ്, ചിരിച്ചോണ്ടാ പറയുന്നത്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഉടനെ ആ സിസ്റ്റർ എന്നോട് ചോദിച്ചു, അച്ഛാ ആ ഓപ്പറേഷൻ തിയേറ്ററിന് മുമ്പ് നിൽക്കുന്ന ബന്ധുക്കളാണോ? ഞാൻ പറഞ്ഞു, ആ എൻ്റെ അപ്പനും അമ്മയും. എന്തു പറ്റി? ഈ അമ്പോറ്റി കുഞ്ഞിനെ കൊണ്ടുവന്ന് മുമ്പിലോട്ട് കാണിച്ചപ്പോൾ അവരുടെ എല്ലാം മുഖം കടന്തൽ കുത്തിയതുപോലായി. കാര്യം എന്താ? ഞാൻ പറഞ്ഞു, 2 പേർ ഇതേ കാറ്റഗറി സ്കൂളിൽ പോയിട്ടുണ്ട്. എന്നാൽ അന്ന് വൈകിട്ട് ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതിയ ഒരു വാക്കുണ്ട്, പ്രൈസ് ദ ലോർഡ്. ഇങ്ങനെയാണ് എഴുതിയത്, ദൈവമേ നീ എന്നെ ഒരു സത്യം പഠിപ്പിച്ചു. ആ സത്യം ഇതാണ്, കേട്ടോണം. എനിക്ക് ആൺകുഞ്ഞിനെ വളർത്താൻ അറിയത്തില്ല എന്ന സത്യം നീ എന്നെ പഠിപ്പിച്ചതോർത്ത് സ്തോത്രം. ഇൻ കേസ് എൻ്റെ മൂത്ത മോളുടെ പ്രാർത്ഥന കേട്ട് എനിക്കൊരു ആൺകുഞ്ഞിനെ കിട്ടുകയായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവൻ എന്നെ തലയ്ക്ക് ഉളക്കൊണ്ട് തല്ലിക്കൊന്നേനെ എന്നെ. ഇല്ലെങ്കിൽ ഞാൻ വല്ലോ അവനെ തല്ലിക്കൊന്നേനെ. ഇത് നടക്കാതിരിക്കാൻ മൂന്നാമത്തതിനെയും എനിക്ക് തന്നു. അതുകൊണ്ട് ഞാനും പേരിട്ടു ആരാധിക ടി റോബിൻ. അർപ്പിത അനുഗ്രഹ ആരാധിക. എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിച്ചതിൽ, പ്രിയപ്പെട്ട യൂത്തെ, ഞാൻ സ്നേഹത്തോട് പറയട്ടെ, പ്രാർത്ഥിച്ച 100 കാര്യമുണ്ടെങ്കിൽ അതിലൊരു 75 കാര്യം പോലും എൻ്റെ തമ്പുരാൻ എനിക്ക് സാധിച്ചു തന്നിട്ടില്ല. എന്നാലും 25 കാര്യം സാധിച്ചു തന്ന തമ്പുരാനെ ഞാൻ കൈവിടാൻ താല്പര്യപ്പെടുന്നില്ല. I am focused only on Jesus Christ. I am focused only on Jesus Christ. ഈ ധൈര്യത്തോടെ പറയട്ടെ, ഞാൻ പ്രാർത്ഥിച്ച 100 കാര്യമാണെങ്കിൽ 75 കാര്യവും എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ഞാൻ പറയും പ്രൈസ് ദ ലോർഡ്. ധൈര്യത്തോടു കൂടെ പറയും പ്രൈസ് ദ ലോർഡ്. ഇത് പറയുവാൻ നമുക്ക് സാധ്യമായി തീരണം. The word of God that gave life, the word that have life, word that became flesh and dwelling in ours, word that have testifies, word that gives us courage. ഈ വചനം നമ്മളെ ബലപ്പെടുത്തുന്നതാവട്ടെ. ലക്ഷ്യം മാറാതെ നിൽപ്പാൻ, ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിക്കാതെ നിൽപ്പാൻ ഈ വചനത്തിൽ രൂപപ്പെടുവാൻ നമുക്കിടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. അതെൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ വന്നതാ. ഞാൻ താങ്ക് യു പറഞ്ഞ് നിർത്താൻ തുടങ്ങിയതാ. എന്നാൽ അതുകൂടെ പറഞ്ഞില്ല എങ്കിൽ
ഞാൻ ദൈവത്തോട് ചെയ്യുന്ന ഒരു പ്രയാസമായിട്ട് തോന്നുന്നു. അത് ഇപ്രകാരമാണ്. നിങ്ങൾക്കറിയാം, ഓഖി എന്ന് പറയുന്ന കൊടുങ്കാറ്റടിച്ചു. ട്രിവാൻഡ്രം സീകോസ്റ്റ് ഏരിയയിലെല്ലാം അടിച്ചു. ഏകദേശം 42 പേർ ആ കാറ്റത്ത്, ആ കടലിൽ പോയവർ ഈ ലോകത്തോട് മാറ്റപ്പെട്ടു. ആ സമയങ്ങളിൽ ട്രിവാൻഡ്രം സെൻട്രൽ യുവജന സഖ്യമായി ഞങ്ങൾക്ക് ഒരുമിച്ച് ആ സ്ഥലത്ത് ഭക്ഷണം കൊടുക്കുവാനായി പോകേണ്ടിയിരുന്നു. 1 മാസത്തോളം അവരുടെ ഭക്ഷണം, വൈകിട്ടത്തെ ഡിന്നർ ഞങ്ങളാണ് ആ വീട്ടുകാർക്ക് കൊടുക്കുന്നത്. ഏകദേശം 250 പാക്കറ്റ് ഓഫ് ഫുഡ്. എന്നാൽ അതിൽ ഒരു ദിവസം എന്ന് വെച്ചാൽ ഈ ആദ്യത്തെ ആ ഒരു ടൈമിൽ ഞങ്ങൾ ഒരു ഓമ്നി വാനിലാണ് പോകുന്നത്. പോയി കഴിഞ്ഞപ്പോൾ 3 പാക്കറ്റ് ഫുഡ് അധികം. പോലീസ് ഞങ്ങളോട് പറഞ്ഞു, അറിയാവുന്ന ഒരാളാണ്, പുള്ളി പറഞ്ഞു, ചാപ്ലിനെ ഈ വഴി പോയാൽ ബ്ലോക്ക് ആകും, നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു 2 കിലോമീറ്റർ റൗണ്ട് ചെയ്ത് പോകും. അങ്ങനെ 2 കിലോമീറ്റർ റൗണ്ട് ചെയ്ത് വരുന്ന സമയത്ത് ഞങ്ങളുടെ വണ്ടിയുടെ മുമ്പിലേക്ക് ഒരു കൂനുള്ള ഒരു അമ്മ വണ്ടിയുടെ മുമ്പിലേക്ക് വന്നിട്ട് 2 കൈയും ഇങ്ങനെ നീട്ടി. ഞങ്ങൾ വണ്ടി അവിടെ നിർത്തി. ഞാൻ വിവേക് എന്ന പേര്, സെക്രട്ടറിയുടെ വിവേകിനോട് പറഞ്ഞു, വിവേക് അമ്മയ്ക്ക് കൊടുത്തേരടാ 3 ആ 3 പാക്കറ്റ് ഫുഡും അമ്മയ്ക്ക് കൊടുത്തു. അമ്മ പുഞ്ചിരിയോടുകൂടെ പിന്നോട്ട് മാറി. വീണ്ടും ഞങ്ങൾ മറ്റൊരു റൂട്ടിലൂടെ കറങ്ങിയേ പോകാൻ പറ്റൂ. ആ റൂട്ടിലൂടെ ഏകദേശം 15-20 മിനിറ്റ് കറങ്ങി വരുമ്പോൾ ഒരു കാഴ്ച ഞാൻ കണ്ടു. ഈ കൂനിയായ അമ്മ ഈ 3 പൊതിക്കെട്ടും എടുത്തുകൊണ്ട് പൂന്തുറ സെന്റ് ജോസഫ് പള്ളിയുടെ കുരിശും തൊട്ടിയുടെ മുമ്പിൽ ഈ 3 പാക്കറ്റ് ഫുഡും ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുക. എന്നെ വല്ലാതെ അലട്ടി. ഞാൻ വിവേകിനോട് പറഞ്ഞു, വണ്ടി നിർത്തിവിടെ. ഞാൻ അമ്മയുടെ അടുക്ക പോയി നിന്നു. 5 മിനിറ്റോളം ഈ അമ്മ ഈ പൊതിയും എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. പ്രാർത്ഥന കഴിഞ്ഞ് തിരികെ വന്നപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ ഫുഡ് കഴിച്ചില്ലേ? ഉടനെ ഈ അമ്മ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ എന്നെ പറഞ്ഞൊരു വാക്കുണ്ട്, കുഞ്ഞെ, കഴിഞ്ഞ 1.5 ദിവസമായി ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. കാരണം എൻ്റെ ഏക മകൻ കടലിൽ പോയി. അവൻ്റെ പേര് ആന്റണി ഡിലീഷോ, സംതിങ് ലൈക്ക് ദാറ്റ്. അവൻ കടലിൽ പോയി, തിരികെ വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കഴിക്കുന്നില്ല. പക്ഷേ എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ. അപ്പോഴാണ് നിങ്ങളുടെ വണ്ടി വരുന്ന കണ്ടേ. ഞാൻ ചോദിച്ചു, അമ്മ അതുകൊണ്ട് ഇവിടെ എങ്ങനെ വന്നമ്മ? ഉടനെ പറഞ്ഞ വാക്ക് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ഈശോയ്ക്ക് നന്ദി കൊടുക്കാനായിട്ട് വന്ന, ഈശോയ്ക്ക് നന്ദി കൊടുക്കാനായിട്ട് വന്ന. എന്തൊരു ധൈര്യമാ! ഈശോ എൻ്റെ കൂടെയുണ്ട്. എപ്പോഴാ ആ വ്യക്തിയുടെ കുടുംബത്തിലെ ആ ആന്റണി എന്ന് പറയുന്ന ആളും ഈ ലോകത്തോട് മാറ്റപ്പെട്ട് കഴിഞ്ഞു കേട്ടോ. അന്ന് അമ്മ, ഞാനായിരുന്നു അമ്മയുടെ സ്ഥാനത്തെങ്കിൽ ഞാൻ ആദ്യം അവിടെ ഇരുന്ന് സ്തോത്രം പറഞ്ഞിട്ട് കഴിക്കത്തേ ഉള്ളൂ. We focus on the word of God. We focus on Jesus Christ. Lot of pandemic situation നമ്മൾ ഫേസ് ചെയ്യും. But don't forget his Emmanuel. അവൻ വചനം ജഡമായി തീർന്ന് നമ്മുടെ കൂടെ വസിക്കുന്നവനാ. ധൈര്യത്തോടുകൂടെ അവന്റെ സാക്ഷികളായി നിൽപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. നിന്മഹാ കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിന്മഹാ കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. ഈ വചനം ജീവനാ. ഈ വചനം അന്ധകാരത്തിൽ പ്രകാശം നൽകുന്നതാ. ഈ വചനം എന്നെ സാക്ഷീകരിക്കുന്നതാ. ഈ വചനം വ്യത്യസ്തത അനുഭവങ്ങളുടെ മുമ്പിൽ എന്നെ ബലപ്പെടുത്തുന്നതാ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട യുവജന സഖ്യാംഗങ്ങളെ, മാതാപിതാക്കളെ, നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാൻ പറ്റുമോ?
ഈ ക്രിസ്തുവിനെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മുടെ യാത്ര? അതോ ചുറ്റുപാടുകളിലുള്ള ശബ്ദ കോലാഹലങ്ങളിലേക്കാണോ എൻ്റെ യാത്ര? എന്നാൽ ഇന്ന് നമ്മളെ വെല്ലുവിളിച്ച സജിത്ത്, ഇന്ന് നമ്മളെ വെല്ലുവിളിച്ച അപ്പൂന്തുറയിലെ അമ്മ, ഇന്ന് നമ്മളെ വെല്ലുവിളിച്ചതായിട്ടുള്ള ജാൻസി നമ്മളോട് ചോദിക്കുന്നു, അവർ ഫോക്കസ് ചെയ്തത് ക്രിസ്തുവിൽ മാത്രമാണ്, ഈ ജീവനുള്ള വചനത്തിൽ മാത്രമാണ്. നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച അപ്പാ, അങ്ങയുടെ പൈതങ്ങളായി ഇതാ താണു വരുന്നു. ഞങ്ങളെ അങ്ങ് ബലപ്പെടുത്തണമേ, ഞങ്ങളെ അങ്ങ് ശക്തീകരിക്കണമേ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ പരമപിതാവേ, ഈ ഒരു സന്ധ്യാനേരത്ത് ബലഹീനരാകുന്ന അടിയങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം. അങ്ങയുടെ ഹിതപ്രകാരം അടിയൻ വിതച്ചു, അത് വളരട്ടെ, 30, 60, 100 മേനി ഫലം കായ്ക്കട്ടെ. അത് മുള്ളുകൾ ഞെരിച്ചു കളയരുതേ, അത് പാറപ്പുറത്ത് വീണ് വളരാതിരിക്കരുതേ. നല്ല നിലത്ത് വീഴുന്ന പോലെ അടിയങ്ങളെ നീ വളർത്തണമേ. പ്രിയപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ സാത്താൻ ഞങ്ങളെ തകർക്കുവാൻ വരുമ്പോൾ ഈ വചനം ക്രിസ്തു ഉപയോഗിച്ചതുപോലെ കൃത്യമായി വചനത്തെ രൂപപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിന് നീ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പ് നീ ഞങ്ങൾക്ക് തരുന്നതിനാൽ സ്തോത്രം. യോഹന്നാൻ ധൈര്യത്തോടുകൂടെ വിളിച്ചു പറഞ്ഞു, അവനാണ് ദൈവം, അവനാണ് സർവ്വതും, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ പോലും ഞാൻ യോഗ്യനല്ല. ഇത് വിളിച്ചു പറയുവാൻ എൻ്റെ യേശുവാണ് എൻ്റെ എല്ലാം എന്ന് വിളിച്ചു പറയുവാൻ യുവജന സഖ്യാംഗങ്ങളെ ഒരുക്കണമേ, അടിയനെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട അച്ഛന്മാർക്കായി സ്തോത്രം. അനുഗ്രഹിക്കണമേ. ഈ കൂടിവരവ് തുടർന്നുള്ള ധ്യാനങ്ങളും ഏറ്റവും അനുഗ്രഹത്തിന് മുഖാന്തരമാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. Thank you very much, Achan. Thank you, Robin. Now, vote of thanks by the Joint Secretary, Anuja Alice Thomas. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഷാരോൺ മാർത്തോമ ഇടവകയുടെ നേതൃത്വത്തിൽ നടക്കുന്ന യൂത്ത് കൺവെൻഷന്റെ ആദ്യ ദിവസത്തിന്റെ സമാപനത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്നിവിടെ വരുവാൻ തക്കവണ്ണം നമുക്ക് ലഭിച്ച എല്ലാ കൃപയ്ക്കുമായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നിവിടെ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം നിങ്ങളോട് നന്ദി അറിയിക്കുക എന്നുള്ളതാണ്. പല തടസ്സങ്ങൾക്കിടയിലും നമുക്ക് ഇന്നിവിടെ ഒരു കൺവെൻഷൻ നടത്തുവാൻ തക്കവണ്ണം നമുക്ക് ലഭിച്ച ദൈവകൃപയ്ക്കും അനുഗ്രഹത്തിനുമായി ഞാൻ ആദ്യം ദൈവത്തിന് തന്നെ സ്തോത്രം അർപ്പിച്ചുകൊള്ളുന്നു. നമ്മുടെ യുവജന സഖ്യം പ്രസിഡന്റും നമ്മുടെ അസിസ്റ്റന്റ് വികാരിയുമായി പ്രവർത്തിക്കുന്ന റവറൻഡ് സ്കറിയ ജോൺ അച്ഛന് ഞാൻ അടുത്തതായി നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അച്ഛൻ നൽകുന്ന എല്ലാ പിന്തുണയ്ക്കും ഗൈഡൻസിനും സപ്പോർട്ടിനും എൻ്റെ വ്യക്തിപരമായ പേരിലും യുവജന സഖ്യത്തിന്റെ പേരിലും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. താങ്ക് യു അച്ഛ. അടുത്തതായി നമ്മുടെ വികാരി ആയി പ്രവർത്തിക്കുന്ന റവറൻഡ് ഡോക്ടർ സാബു ഫിലിപ്പ് അച്ഛന് നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അച്ഛന്റെ എല്ലാവിധ പിന്തുണയ്ക്കും ഗൈഡൻസിനും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ മീറ്റിംഗിന് നമ്മുടെ കൂടെ എറണാകുളം യൂത്ത് ചാപ്ലിനായി പ്രവർത്തിക്കുന്ന നമ്മുടെ റവറൻഡ് ജോൺ ഗീവർഗീസ് അച്ഛൻ വന്നു ചേർന്നിട്ടുണ്ട്. അച്ഛന്റെ വിലയേറിയ സാന്നിധ്യത്തിനായി ഞാൻ അച്ഛന് നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഇന്ന് നമുക്ക് അനുഗ്രഹീതമായ വചനം നമ്മളോട് പങ്കുവെച്ചു തന്നത് നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥിയും ട്രിവാൻഡ്രം യൂത്ത് ചാപ്ലിനായിട്ട് പ്രവർത്തിക്കുന്ന മിസ്റ്റർ റോബിൻ തോമസ് ആണ്. സർ പങ്കുവെച്ച എല്ലാ ചിന്തകൾക്കും അനുഭവങ്ങൾക്കുമായി നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഇന്ന് നമ്മൾ കേട്ടത് മെയിനായിട്ട് 4 ചിന്തകളാണ്. വേർഡ് ദാറ്റ് ഹാസ് ലൈഫ്, വേർഡ് ദാറ്റ് ഗിവ്സ് us ഫ്ലഷ് ആൻഡ് dwelling, വേർഡ് ദാറ്റ് ടെസ്റ്റിഫൈസ് ആൻഡ് വേർഡ് ദാറ്റ് ഗിവ് us കറേജ്. പിന്നെ കുറെ പേരുടെ ജീവിത അനുഭവങ്ങളും ഒക്കെ നമ്മൾ കേട്ടു. അച്ഛന്റെ സ്വന്തം അനുഭവങ്ങളും പങ്കുവെച്ച് വളരെ മനോഹരമായ ഒരു ചിന്തിപ്പിക്കുന്ന തക്കവണ്ണം ഒരു വചന ശുശ്രൂഷയാണ് സാറ് നമുക്ക് നൽകിയിരിക്കുന്നത്. എങ്ങനെ വചനത്തിലൂടെ നമുക്ക് രൂപാന്തരപ്പെടാൻ സാധിക്കും, എങ്ങനെ ഒരു ഫോക്കസ് ലൈഫ് നേടാൻ സാധിക്കും എന്നൊക്കെ സാർ പറഞ്ഞു തന്നു. ഇതെല്ലാം യുവജനങ്ങളായ നമുക്ക് ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ഒരിക്കൽ കൂടെ സാറിന് നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ യുവജന സഖ്യത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യങ്ങൾക്കും ഒരു മടി കൂടാതെയും പ്രവർത്തിക്കുന്ന നമുക്ക് സഹായം നൽകുന്ന നമ്മുടെ സബ് കമ്മിറ്റി അംഗങ്ങൾക്ക് നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഇന്ന് നമുക്കിവിടെ ബൈബിൾ റീഡിങ്ങിനും നേതൃത്വം നൽകിയ ശ്രേയ സി സാം,
പിന്നെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ അലൻ ലൂക്കോസ് കോശി, ഇവർക്കും എൻ്റെ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ അച്ഛന്മാർക്കും മറ്റ് ഇടവക അംഗങ്ങൾക്കും നമ്മുടെ ഇടവകയിലെ തന്നെ യുവജനങ്ങൾക്കും സീനിയർ യൂത്ത്സിനും സീനിയർ സിറ്റിസൺ എല്ലാ അംഗങ്ങൾക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തത് മിസ് ആഷിക തങ്കം ബെൻസൺ ആണ്. മിസ് ആഷികയോടുള്ള എല്ലാ സ്നേഹവും സന്തോഷവും ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട ജോൺ ജി ഗീവർഗീസ് അച്ഛൻ പ്രാർത്ഥിക്കുന്നതും സാബു അച്ഛൻ ആശീർവാദത്തോടുകൂടി നമ്മൾ അവസാനിക്കും. പ്രാർത്ഥിക്കും. സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ രാത്രി സമയത്ത് നിന്റെ സന്നിധിയിൽ ഞങ്ങളെ തലകളെ വണക്കുവാനും നിന്നെ ആരാധിപ്പാനും സ്തുതിപ്പാനും ഒക്കെ നീ അവിടെ ഞങ്ങൾക്ക് അവസരം ഒരുക്കി തന്നു. അതിനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു. പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ കർത്താവെ, ദൈവ സാന്നിധ്യം കൊണ്ട് നിറയുന്ന അനുഭവത്തിലായി തീരുവാൻ ഞങ്ങളെ നീ അവിടുന്ന് യോഗ്യരാക്കിയതിനായിട്ട് സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഇന്ന് വചനത്തിലൂടെ നീ അവിടുന്ന് കേൾപ്പിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ കൃത്യമായി മനസ്സിലാക്കുവാനും ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കിക്കൊണ്ട് ജീവിപ്പാനുമുള്ള കൃപ നീ അവിടെ ഞങ്ങൾക്ക് നൽകി തരണം. ശരിയേത് തെറ്റേത് എന്ന് ശരിക്കും മനസ്സിലാക്കിക്കുവാൻ കർത്താവെ, അതനുസരിച്ച് ജീവിതത്തിൽ സാക്ഷീകരിപ്പാൻ ഞങ്ങളെ നീ അവിടുന്ന് ഉപയോഗിക്കുന്ന ദൈവമാണ്. അതിനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. റോബിൻ ചാപ്ലിന്റെ ജീവിതത്തിലൂടെ കർത്താവെ ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ സാക്ഷികൾക്കായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ സാക്ഷ്യങ്ങളൊക്കെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരത്തിന് മുഖാന്തരമായി തീരത്തക്കവണ്ണം ഞങ്ങളെ നീ അവിടുന്ന് എടുത്ത് ഉപയോഗിക്കണമേ. പ്രത്യേകിച്ച് കർത്താവെ, നിന്റെ സന്നിധിയിൽ തലകളെ വണക്കിയിരിക്കുന്ന ഈ നിന്റെ മക്കളെ നീ അവിടുന്ന് വാഴ്ത്തണമേ. കൊടുത്തിരിക്കുന്ന എല്ലാ നന്മകൾ ദൈവത്തിന്റെ ദാനമാണ്, താലന്തുകൾ ദൈവത്തിന്റെ ദാനമാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിപ്പാൻ ഈ മക്കളെ എല്ലാവരെയും നീ അവിടുന്ന് സഹായിക്കണമേ ഞങ്ങൾ യാചിക്കുന്നു. നേതൃത്വം നൽകുന്ന അച്ഛന്മാരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാൽ നീ അവിടുന്ന് വർഷിക്കണമേ. പ്രത്യേകിച്ച് കർത്താവെ, ഈ യൂത്ത് കൺവെൻഷനെ നീ എത്രത്തോളം നീ അവിടുന്ന് മാനിച്ചു, അതിനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം. ഇന്നേ ദിവസം മുതൽ കർത്താവെ, എല്ലാ ദിവസങ്ങളിൽ ദൈവത്തിന്റെ കൃപ അനുഭവിപ്പാൻ ഞങ്ങളെ കൂടുതലായിട്ട് യോഗ്യരാക്കണേ. അതിനായിട്ടനുസരിച്ചുള്ള ലീഡേഴ്സിനെ നീ അവിടുന്ന് ഒരിക്കലോ അതിനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, അവരിലൂടെ കർത്താവെ ദൈവത്തിന്റെ വചനം ഞങ്ങൾക്ക് രുചിച്ചറിയുവാൻ ദൈവമേ നീ അവിടുന്ന് ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങൾ യാചിക്കുന്നു. പ്രാർത്ഥന നീ അവിടുന്ന് കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നാം പരിശുദ്ധമാകപ്പെടണമേ. രാജ്യം വരണമേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം തരണമേ. ദോഷം ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ദോഷിച്ചുകൊള്ളണമേ. തുടർന്ന് രാജ്യവും ശക്തിയും മഹത്വവും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേകദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നാം എല്ലാവരോടെയും നാം കേട്ട ദൈവത്തോടിരുന്ന് ഇന്ന് വന്നേക്ക് നമ്മളെ നടത്തി പരിപാലിക്കുമാറാവട്ടെ. Thank you, Robin.